ഞാൻ പണ്ടൊരിക്കൽ ചിലത്തിന് പറഞ്ഞു എനിക്ക് പാടാൻ വയ്യ. അപ്പോൾ ഒരമ്മ പറഞ്ഞു പാടാനല്ലല്ലോ വിളിച്ചത്, പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ, പാടാൻ ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. അപ്പം നിങ്ങളും അതൊക്കെ തന്നെ ചിലർ പറയുമായിരിക്കും, ഇരിപ്പ് കാണുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് അത് പറയുന്നതിന് മുന്നേ ഞാൻ അങ്ങ് കയറി പറഞ്ഞതാണ്. വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി നമുക്ക് ചിന്തിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യമാണ്. ഈ ദിവസങ്ങളിൽ ശക്തമായ ആത്മീക ശുശ്രൂഷകൾ ഇവിടെ നടന്നതോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ ദേശത്തുള്ള സഭകളെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, ദൈവകുഞ്ഞുങ്ങളെ ദൈവം വീണ്ടും അനുഗ്രഹിക്കട്ടെ. കൊരിന്ത്യർക്ക് പൗലോസ് 2 ലേഖനം എഴുതി. നമുക്കറിയാം മൊത്തം 21 ലേഖനങ്ങളാണ്. റോമാലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണ്. അതിൽ പൗലോസിൻ്റെ ലേഖനങ്ങളാണ് കൂടുതലും. നമുക്കറിയാം 14 ലേഖനം. ആ 14 ലേഖനത്തിൽ തന്നെ പൗലോസിൻ്റെ ലേഖനങ്ങളെ ദൈവശാസ്ത്രപരമായിട്ട് 4ആയിട്ടാണ് സാധാരണ പഠിപ്പിക്കുന്നത്. രക്ഷാശാസ്ത്രം, ക്രിസ്തുശാസ്ത്രം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അതിൽ രക്ഷാ തത്വശാസ്ത്ര പ്രകാരമുള്ള ലേഖനമുണ്ട്, ക്രിസ്തുശാസ്ത്രത്തെ കീർത്തിക്കുന്ന ലേഖനം, സഭാശാസ്ത്രം, അന്ത്യകാല ശാസ്ത്രം. അപ്പോൾ തന്നെ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, ഗലാത്യർക്ക് എഴുതിയ ലേഖനം, എബ്രായർക്ക് എഴുതിയ ലേഖനം. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ 3 കാരണമാണ്. നാടൻ ഭാഷയിലാണ് പറയുന്നത്. എനിക്ക് ആംഗലേയ ഭാഷ വലിയ വശമില്ല. അതിൻ്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. അതിപ്പോൾ പറയുന്നില്ല. നിങ്ങൾക്കിതെല്ലാം വശമാണെന്നല്ലോ. അപ്പം ഞാൻ നാടൻ ഭാഷയല്ല പറയുന്നത്. തന്നെയല്ല നിങ്ങൾ കേരളത്തിൽ നിന്ന് വന്നവരാന്നേ. അല്ല, ചിലരുടെ പോക്കും ഇരിപ്പം കണ്ട അവർ ലണ്ടനിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നതായിട്ടാണ്. എല്ലാവരുടെയും കാര്യമല്ല. അപ്പം ഞാൻ നാടൻ ഭാഷയല്ല പറയുന്നത്. നിങ്ങളത് ആംഗലേയ ഭാഷയിൽ അങ്ങ് പരിഭാഷപ്പെടുത്തിക്കും. അപ്പോൾ പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഈ 3 ലേഖനം തർജ്ജന ലേഖനമാകാൻ 3 കാരണം. ആ 3 കാരണം ഇങ്ങനെ സാധാരണ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ് ഇത്. 3 പെശക്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അപ്പൊ സഭയുടെ ആരംഭം മുതൽ ഈ 3 പെശക, ഈ പെശകിനോട് ബന്ധപ്പെട്ട ബാക്കി മുഴുവൻ പെശകും. അപ്പൊ 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. ഉപദേശ പെശക് കണ്ട് അതിനെ കറക്റ്റ് ചെയ്യാൻ അതിനെതിരെ എഴുതിയ ലേഖനമാണ് ഗലാത്യ ലേഖനം. ജീവിത പെശക് കണ്ട് അവരെ നല്ല രീതിയിൽ അവർ പോകാനും ജീവിക്കാനും ക്രമപ്പെടാനും ഗുണീകരപ്പെടാനും ശുദ്ധീകരിക്കപ്പെടാനും ഉപരി കർത്താവിൻ്റെ വരവിൽ കാണപ്പെടാൻ എഴുതിയ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോൾ എനിക്കും അറിയാം. നിങ്ങളിപ്പോൾ ചിലർ ഞാൻ പറയുന്നത് ഒക്കുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുക. ചിലരിടയ്ക്ക് മറിച്ച് നോക്കി ഇംഗ്ലീഷിൽ അങ്ങനെ തന്നെ ആണോ എന്ന് തെറ്റുകാരനെ തിരുത്തണം യോഗം കഴിഞ്ഞ്. എന്നെ ഇവൻ KJV ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഇന്നാളൊരാൾ പെട്ടെന്ന് നോക്കി വെച്ചു എന്നെ ഒന്ന് നോക്കി. എൻ്റെ പുള്ളി അങ്ങനെ തന്നെ ആണ്. അതുകൊണ്ട് എനിക്കും ആശ്വാസമായി. അല്ല, അങ്ങനെയും പുസ്തകം ഒന്ന് തുറക്കുമല്ലോ. അപ്പൊ ശ്രദ്ധിക്കുക, കൊരിന്ത്യ ലേഖനം ജീവിത പെശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയ ലേഖനമാണ്. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് സംഭവിച്ച എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനം പൗലോസ് എഴുതിയതല്ലെന്ന് വാദിക്കുന്ന, ശഠിക്കുന്ന, അത് സ്ഥാപിക്കാൻ തുനിയുന്ന പലരുണ്ട്. നമ്മുടെ വിഷയം അതല്ല. ഇപ്പം അതങ്ങ് പോട്ടെ. എങ്കിൽ ഈ 3 ലേഖനം, ഗലാത്യ ലേഖനം നമുക്ക് ഓർപ്പിച്ചല്ലോ, ഈ ഉപദേശ പെശകിനെതിരെയാണ്. ശരിയായ ഉപദേശത്തെ തൃണവൽഗണിച്ച് ദുരുപദേശത്തെ സഭയ്ക്കകത്ത് കൊണ്ട് കയറ്റി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സുവിശേഷത്തിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു, അങ്ങനെയൊക്കെ ഇപ്പം ദൂതന്മാർ വരുന്നുണ്ട്. ആ നിപ്പുമൊക്കെ കണ്ടാൽ പിന്നെ ലൈറ്റ് കൂടെ അണക്കുമ്പം ഒറിജിനൽ ദൂതനാണ് നമുക്ക് തോന്നിപ്പോവും. ഇപ്പം സുവിശേഷ യോഗം നടക്കുന്ന സ്റ്റേജ് തന്നെ കണ്ടേ, നമുക്ക് സുവിശേഷ യോഗം തന്നെയാണോ എന്നുള്ളത് മിണ്ടുകയില്ല.
ഒന്നുകൂടെ ആവർത്തിക്കാം. ആർക്കെങ്കിലും അതൃപ്തിയോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ദൈവമക്കൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഞാൻ വെളിയിൽ നിന്ന് വന്നയാളാ, ഞാൻ മുഖാന്തരം ഒരു ഇടർച്ച ഉണ്ടാകരുത്. നാടൻ ഭാഷ പറഞ്ഞാൽ ഇന്ന് രാത്രി തന്നെ എന്നെ പായ്ക്ക് ചെയ്തോണം. പായ്ക്ക് ചെയ്യേണ്ട ഞാൻ പൊക്കോളാം. പക്ഷേ ഏൽപ്പിച്ച ശുശ്രൂഷയ്ക്ക് മയമൊന്നുമില്ല. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കുക, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അതിനാ ദൂതനും തെറ്റും. ദൂതനും യൂദായുടെ ലേഖനത്തിൽ വാക്യം അറിയാം, സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ അവരും തെറ്റും. എസെക്കിയേലിൽ 9 വിധത്തിലെ രത്നങ്ങളെ പറ്റി എടുത്ത് പരാമർശിച്ചെങ്കിലും സൗന്ദര്യ സമ്പൂർണ്ണനും ജ്ഞാനസമ്പൂർണ്ണനും ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏതനിലായിരുന്നു അവൻ തെറ്റി. അപ്പൊ പിന്നെ ഫിലദെൽഫിയയിലുള്ളവർ തെറ്റിയല്ലേ? മിണ്ടുകയല്ല. എന്തേലും ഒന്ന് മിണ്ട. ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏതനിലുണ്ടായിരുന്ന ദൂതൻ തെറ്റി. അപ്പൊ പിന്നെ അമേരിക്ക ഫിലദെൽഫിയയിലുള്ളവർ തെറ്റിയല്ലേ? കാവാലത്തുള്ളവർ തെറ്റിയല്ലേ? തെറ്റും. അങ്ങനെ തെറ്റി വന്ന് ദുരുപദേശം സ്ഥാപിച്ചാൽ യോജിക്കരുതെന്നാ പറഞ്ഞത്. അല്ല, ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു നിങ്ങളതിന് വഴിപ്പെട്ടു പോകരുത്. ഈ ദുരുപദേശക്കാരെ നേരെ വരികയല്ല, വരത്തില്ല. ഈ ബഹുമാന്യ കർത്തദാസൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങളൊരു ഫ്യൂണറൽ സർവീസിന് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ അതുപോലെ ഒരു യോഗത്തിന് ഫിലദെൽഫിയായി വരണം. ഈ യോഗമാണെന്നൊന്നും പറഞ്ഞില്ല, യോഗത്തിന് വരണം. ഞാൻ പറഞ്ഞു, ദൈവം അനുവദിക്കാനേ വരാം. അപ്പോൾ അദ്ദേഹം കടത്തി പറഞ്ഞു, ഇതിന് മുമ്പ് ഒരു കൺവെൻഷൻ, ഒരു കോൺഫറൻസിന് എന്നെ വിളിക്കാൻ ആഗ്രഹിച്ചതാ. വേറൊരാളെ വിളിച്ചു, കിട്ടിയില്ല. അത് വേറൊരു വിഷയം, അവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു, ദൈവഹിതവാനേ നടക്കട്ടെ. എനിക്ക് ഫോൺ നമ്പരും ഒക്കെ തന്നു, വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിൻ്റെ അനുസരിച്ച് വിളിച്ചു. അപ്പോൾ ഈ കാര്യം പറഞ്ഞു, പ്രാർത്ഥിച്ചു. കൂടെ കൂടെ വിളിക്കും. ഈ മൊബൈലിൽ വലിയ വകുപ്പ് അറിയാത്തത് കൊണ്ട് ഇതൊക്കെ എടുത്തു വരുമ്പോൾ താമസിക്കും. എങ്കിലും ഞങ്ങൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇന്നും വിളിച്ചു, ഇറങ്ങിയോ, എപ്പോഴാ, എങ്ങനെ. വേച്ചാനെ ദൈവം ഉപയോഗിച്ചത് കൊണ്ട് ക്ഷേമത്തോടെത്തി. വേറെ നമ്മുടെ റോഹിച്ചൻ്റെ അവിടെ കയറണ വരുന്നത് ഭക്ഷണം ഉച്ചയ്ക്ക് തരാമെന്നാ പറഞ്ഞ് വന്നപ്പം താമസിച്ചെങ്കിലും കഴിച്ചു. അതുകൊണ്ട് അല്പം വൈകിയത്. പിന്നെ ഇന്ന് രാത്രി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉപവസിക്കുക, ഞായറാഴ്ചയെ കഴിക്കുന്നുള്ളൂ. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എൻ്റെ കൂടെ വന്ന് ചെറുക്കന് ഭക്ഷണം കൊടുക്കണേ ആരെങ്കിലും. അല്ല, അവൻ എന്നെ പ്രാകും. അല്ല, ചിലപ്പം പറയും, ഈ കാലൻ്റെ കൂടെ പോയതുകൊണ്ട് എനിക്കും വെള്ളം കുടിക്കാൻ. അങ്ങനെ പറയത്തില്ലെങ്കിലും ആശയം അതാ. പിന്നെ നമ്മൾ കുറച്ച് നാളായിട്ട് ഇതെല്ലാം അനുഭവിച്ച് നടക്കുകയില്ലയോ. അപ്പം ഞാൻ ഉപവാസമാണ്, ദൈവം അനുവദിച്ചാൽ ഞായറാഴ്ച വരെ. വെള്ളം വല്ലതും തന്നാൽ മതി. അപ്പോൾ പറഞ്ഞതിൻ്റെ പൊരുള്, അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്നു. താഴെ 2 സഹോദരന്മാർ, ബിനോയ് അല്ലേ, ബിനോ ഈരലപ്പച്ചൻ്റെ ബെന്നിച്ചൻ താഴെ വന്ന് കണ്ടു. ഇതിലേ കൂടെ കയറ്റി എന്നോട് പറഞ്ഞു, ഇതിലേ കയറാൻ പറഞ്ഞു. ഇതിലേ കയറി. അപ്പം ബഹുമാന്യ കർത്തദാസൻ പറഞ്ഞു, ഇവിടെ ഒട്ടിരിക്കാൻ. ഇദ്ദേഹം വന്നു, ഇതാ നേരായ വഴി. എന്നാൽ ദുരുപദേശക്കാരിങ്ങനെ വരികയല്ല. അവർ ഈ നേരായ വഴി കൂടെ വരികയല്ല. അവർ വരുന്ന വഴിയെപ്പറ്റി ഒന്ന് നുഴഞ്ഞു കയറിയെന്ന 2:4 ഗലാത്യർ 2:4. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ അവര് നുഴഞ്ഞായി വരുന്നേ. അതോ നുഴഞ്ഞു വന്ന കള്ള സഹോദരന്മാർ നിമിത്തമായിരുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തി. അപ്പോൾ ഇവര് നുഴഞ്ഞു വന്നവരാ, നുഴഞ്ഞു കയറ്റക്കാരാ, നേരായ മാർഗത്തിൽ കൂടെ വരികയല്ല. അപ്പൊ സഭയ്ക്കകത്ത് ദുരുപദേശം പ്രചരിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഒക്കെ വരുന്നവരെ നുഴഞ്ഞാ വരുന്നത്, സൂത്രത്തിലും തന്ത്രത്തിലുമാ. പക്ഷേ പൗലോസ് പറയുക, ഇങ്ങനെയുള്ളവർക്ക് ഞങ്ങൾ ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ലെന്ന. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, വിഷയം അതല്ലാത്തത് കൊണ്ടാണ്.
അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഉറ്റുനോക്കുവാൻ നുഴഞ്ഞു വന്നിരിക്കുന്നു. അവർ നമ്മെ അടിമപ്പെടുത്തേണ്ടതിന് ഞങ്ങൾ അവർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുത്തില്ല. നമ്മൾ അവരുമായിട്ട് കോൺഫറൻസ് നടത്തുക. പൗലോസ് പറഞ്ഞ ഒരു നാഴിക പോലും, അത് വേറൊരു വിഷയം നിൽക്കട്ടെ. അപ്പൊ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് എഴുതി വിടുകയാണ്. അപ്പൊ ഇതിനെതിരെ ആ പൗലോസ് ഈ ഗലാത്യ ലേഖനം എഴുതിയിരിക്കുന്നത്. ഓരോ അധ്യായത്തിലും പറഞ്ഞു വന്നേച്ച് അവസാനം പറഞ്ഞു, ഇപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബന്ധപ്പെട്ട് സഭ ഇങ്ങനെ കൊണ്ടുവന്ന് ഇപ്പൊ ഞങ്ങൾക്ക് പേടിയായിരിക്കുക ഇതെങ്ങനെയായി തീരുവെന്നോർത്ത്. 4:11 വായിച്ചേ. ഇപ്പൊ ഭയമായി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചത് വെറുതെ ആയി പോയോന്ന് ഭയപ്പെടുക. ഒത്തിരി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ബന്ധപ്പെട്ട് പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടി പോരാട്ടം സഹിച്ച് പ്രതികൂലം സഹിച്ച് ആക്ഷേപവും നിന്ദി അപമാനവും പൗലോസിന്റെ ഭാഷ പറഞ്ഞ മാനാപമാനങ്ങളും ദുഷ്കീർത്തി തൽകീർത്തിയൊക്കെ സഹിച്ച് കൊരിന്ത്യർക്ക് എഴുതിയ 2 ലേഖനം 11:23 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ അനുഭവിച്ച പട്ടിക നിരത്തിയിട്ടുണ്ട്. അറിയാമല്ലോ, കഷ്ടതയും പട്ടിണിയും ഉറക്കവും നഗ്നതയും ആപത്തും അനർത്ഥവും, കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കള്ള സഹോദരന്മാരുടെ ആപത്ത്, പട്ടിണി, നഗ്നത, ആപത്ത്, എന്തെല്ലാം കോലിനാൽ തന്നെയാണ് 195 അടിയോളം കൊണ്ടു. ഇതെല്ലാം അനുഭവിച്ച പൗലോസ് ഈ വേല ചെയ്തത്. ഇങ്ങനെയൊക്കെ അനുഭവിച്ച് വേല ചെയ്ത് നിങ്ങളെ ഈ കൃപയിൽ കൊണ്ടുവന്നതിന് മുഖാന്തരമാക്കി ഇങ്ങനെയൊക്കെ നിങ്ങൾ വന്നു. പക്ഷെ ഇപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്കും രീതിയും കണ്ടിട്ട് എനിക്ക് ഇപ്പൊ പേടിയാ. 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട പുള്ളി ഇപ്പം സ്തോത്രം പേടി. അതിനാ നിങ്ങളുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് എനിക്ക് ഭയം. അതെന്നാണ് 10-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ദിവസങ്ങൾ, മാസങ്ങൾ, കാലങ്ങൾ, ആണ്ടുകളല്ല ഇപ്പൊ പ്രമാണിക്കുന്നു. ഞാൻ ആ ഭാഗമൊന്നും ഇപ്പൊ തൊടുന്നില്ല. നാളെ മറ്റന്നാളും ഒക്കെ ഉണ്ടല്ലോ, നോക്കട്ടെ. എനിക്ക് ഭയം വരുന്നെന്ന്. അങ്ങനെ കർക്കശമായിട്ട് ഇവരെ പ്രബോധിപ്പിച്ച് തർജ്ജനം ചെയ്ത് ശരിയായ ഉപദേശം സ്ഥാപിക്കാൻ ആണ് ഈ ലേഖനം എഴുതിയത്. കൊരിന്ത്യ ലേഖനം ജീവിത പശ കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതി. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പശക സംഭവിച്ചവരെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിലനിർത്തണം, കർത്താവിന്റെ വരവിനൊരുക്കണം. അതിനായി 3 ലേഖനം. നമ്മൾ ആ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിന്റെ 13 വായിച്ചത്. നിങ്ങൾക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം ആ 16 അധ്യായത്തിലെ വേഗത്തിൽ ഓടിച്ചൊന്ന് പഠിക്കാൻ നോക്കിയാൽ ഓരോ അധ്യായത്തിലും പ്രധാനമായ വിഷയങ്ങൾ, ഒത്തിരി വിഷയമുണ്ട്. പ്രധാനം 1-ാം അധ്യായത്തില് പക്ഷം പിടിക്കുന്നു. 2-ാം അധ്യായത്തില് ഇവര് ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. 3-ാം അധ്യായത്തില് ഇവര് പിണക്കോ ഈർഷ്യയും. 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചീർക്കുന്നു. 5-ാം അധ്യായത്തിൽ ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങൾ ഇതിനകത്ത് കയറി. 6-ാം അധ്യായത്തില് കേസും കോടതിയും വഴക്കും. ഇവിടെ തീർക്കുന്നില്ല, വെളിയിൽ തീർക്കുക. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, അത് രൂക്ഷമായി, അതിന് പരിഹാരം. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ലയോ തർക്കമാണ്, അപ്പോൾ അതിന് പരിഹാരം. 9-ാം അധ്യായത്തിലെ ഇതൊക്കെ പറഞ്ഞ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ഇവർ ചോദ്യം ചെയ്യുന്നു. ഇതൊക്കെ പറയാൻ ഇയാൾ ആരാന്ന്. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിച്ച് പട്ടുപോയ ലിസ്റ്റുകൾ ഇട്ടിരിക്കുക. 11-ാം അധ്യായത്തിൽ 2 കാര്യമായി എടുത്തു പറഞ്ഞു. 1 ഫാഷന്, 2 തിരുമേഷൻ. 12-ാം അധ്യായത്തിൽ കൃപാവരം നിന്നെന്ന് ചിലര് നിന്നില്ലെന്ന് തെളിയിക്കുന്നു. 13-ാം അധ്യായത്തിൽ ഇതിലെല്ലാം ശ്രേഷ്ഠമായ വരം സ്നേഹം, ദൈവസ്നേഹം. 14-ാം അധ്യായത്തിലെ കൃപാവരം വിനിയോഗിക്കേണ്ട വിധം. 15-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ മരണവും അടക്കവും ഉയർപ്പും ക്രിസ്തുവിനോട് കൂടിയുള്ള ജീവിതവും, അതാ 15. 16-ാം അധ്യായത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞാൽ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ചരതിച്ചു കൊണ്ടുവരണം. അതെല്ലാവർക്കും താല്പര്യമുള്ളതല്ല, അതുകൊണ്ട് ആ ഭാഗം തൊടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഓരോ അധ്യായത്തിലും ഓരോ കാര്യങ്ങൾ തെളിയിച്ച് പൗലോസ് ഇത് സ്ഥാപിക്കുക. 1-ാം അധ്യായത്തില് ഇവരുടെ ഇടയിലെ പക്ഷം പിടിക്കുന്നു. അപ്പൊല്ലോസിന്റെ പക്ഷം, പൗലോസിന്റെ പക്ഷം, കേബാവിന്റെ പക്ഷം, ചിലര് ക്രിസ്തുവിന്റെ പക്ഷം. എങ്ങുമില്ലാത്ത ഒരു പക്ഷം. എല്ലായിടത്തും ഉണ്ടല്ലോ പക്ഷം, ഇവിടെയുണ്ട്. ഇത് നമ്മുടെ എന്തുവാ ഇതിന്റെ പേര്, പെൻസിൽവാനിയ, അതങ്ങനെ പെന്തക്കോസ്റ്റൽ ഫെലോഷിപ്പ് പെൻസിൽവാനിയ, തെറ്റിയില്ലല്ലോ. ഇതിനകത്തും പക്ഷമുണ്ട്, ഉണ്ട്. നിർമ്മല മനസാക്ഷിയോടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇരിക്കുന്ന ഇവർ പക്ഷം ഉണ്ടെന്നല്ല, മനുഷ്യനല്ലേ, സഭയല്ലേ, ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ പക്ഷം പിടിക്കും. മനുഷ്യനാ,
12 മക്കളുടെ കൂട്ടത്തിൽ 2 എണ്ണം പക്ഷമായിരുന്നു. ശിമിയോനും ലേവിയും അവർ ഗ്രൂപ്പാ. ആകെ 12 ഉള്ളൂ. അവർ രണ്ടും കൂടെ വടിവാളെടുത്ത് ശേഖം പൗരന്മാരെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ട്. കൊരിന്ത് സഭയിലും ഉണ്ടായിരുന്നു പക്ഷം. പിണങ്ങാതിരിക്കാമെങ്കിൽ ഒരു കാര്യം എപ്പോഴും പറയുന്നതാ, എങ്കിലും ഒന്നുകൂടെ പറയാം. പിണങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും വലിയ തൃപ്തി ഇല്ലല്ലോ. ചിലയിടങ്ങളിൽ ചെന്നാലേ, എല്ലായിടത്തും അല്ല, അമേരിക്കക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, പേർഷ്യക്കാരെല്ലാം കൂടെ ഒരു പക്ഷം, ലണ്ടൻ എല്ലാം കൂടെ ഒരു പക്ഷം, നോർത്ത് ഇന്ത്യ എല്ലാം കൂടെ ഒരു പക്ഷം, നാടനല്ല ഒരു പക്ഷം, മിക്കടത്തും ഉണ്ട്. വേറെ ചില ഇടങ്ങളിൽ ചെന്നാൽ വെളുത്തവരെല്ലാം കൂടെ ഒരു പക്ഷം, കറുത്തതെല്ലാം കൂടെ ഒരു പക്ഷം, ഇരുനിറമെല്ലാം കൂടെ ഒരു പക്ഷം, വിളറിയതെല്ലാം കൂടെ വേറൊരു പക്ഷം, എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ചെന്ന ചില സ്ഥലങ്ങളിൽ ചെന്നാൽ കാശുള്ളവരെല്ലാം കൂടെ ഒരു പക്ഷം. നമ്മളിപ്പോൾ കൈ കൊടുത്താലും ആളും തരവും നോക്കിയാൽ കൊടുക്കുകയുള്ളു. എവിടാ ജോലി? ഡോക്ടറാ. ആ, എവിടാ ജോലി? വാൾമാർട്ടില്ല. ആ, കുറ്റം പറയല്ല. അതെ, അല്ലേലിയ നീ ഇപ്പം പറയണ്ട അമ്മ, ഞാനത് കാര്യം എല്ലാം ഞാൻ അതിൻ്റെ പരുവത്തിന് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്നറിയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പരുവത്തിന് ഞാൻ കൈകാര്യം ചെയ്യാം. നിഷ്പക്ഷമായിട്ടായി പറയുന്നേ. നമ്മൾ സ്റ്റാറ്റസ് നോക്കി, കുടുംബമഹിമ നോക്കി, പണം നോക്കി, പ്രതാപം നോക്കി, കളർ നോക്കി, നില നോക്കി, അല്പം കടത്തി പറയാം, സാലറി നോക്കി, മുഴുവൻ ആൾക്കാരെ അടച്ചു പറയുന്നില്ല, എങ്കിലും ഒരു 99 അത് ഞാൻ പഴയ കണക്ക് പറയാം, അപ്പച്ചനൊക്കെ അറിയാം, പഴയ കണക്കാ. അതാ 99 കാലരയ്ക്കാൽ മുക്കാൽ മാകാണി മുണ്ടാണി. അമ്മ കേട്ടിട്ടില്ലേ മാകാണി മുണ്ടാണി കണക്ക്? പറയാമേ, സത്യം പറയാമേ. അപ്പച്ചൻ മാകാണി മുണ്ടാണി. അങ്ങനെ ഇരിക്കട്ടെ. ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, ഞാനും പ്രതിയാ. വായിച്ചോ യാക്കോബിന്റെ ലേഖനം 2:9. പെട്ടെന്ന് വായിര്. ആ താളെല്ലാം പറഞ്ഞു കിടക്കുന്നല്ലോ. യാക്കോബ് 2:9 വായിച്ചേ. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മതി ചെയ്യുന്നുണ്ടോ? വായിച്ചാലോട് ചോദിക്കട്ടെ. മുഖപക്ഷം കാണിച്ചാൽ അങ്ങനെ ആ വാക്യത്തിന് വിളിച്ച് ചെയ്യുന്നുണ്ടോ എന്ന്. ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്, ഉണ്ട്. അല്ല, പുസ്തകത്തിലെ വാക്യം നാം നമ്മെ തന്നെ വിധിച്ചാൽ അത് തന്നെയല്ലേ വിധിക്കണ്ടേ? മുഖവശം കാണിച്ചാൽ നമ്മളോർക്കുന്ന 7-ാം കൽപ്പന ലംഘിച്ചത് അത് പാപമല്ലെന്നില്ല, പാപം തന്നെ. അവിടെ നമ്മൾ അടിയന്തര കമ്മിറ്റി കൂടി, കമ്മിറ്റി കൂടാൻ വന്നവൻ 8 പ്രാവശ്യം എംബ്രാൻ അല്പം കട്ടുപൂജിച്ച അമ്പലവാസി മൊത്തം കക്ക് വന്ന ഇത് വരി കേട്ടിട്ടില്ലേ ചായൻ? നാളെ ആള് വരുമോ എന്നുള്ളതായിപ്പം. അല്ല, വന്നില്ലെങ്കിൽ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണേ, എന്നെ ഉപദ്രവിക്കരുതേ, ദൈവത്തെ ഓർത്ത്. ഒരു കാര്യം പറയാം, മുഖവശം കാണിച്ചാൽ അത് പാപമാ. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ 1-ാം പ്രതി ഞാൻ കാണിക്കും. നമ്മള് പിണങ്ങരുത്, തെറ്റിദ്ധരിക്കരുത്. ടൈയും സൂട്ടും, അതും സൂട്ടും നോക്കും വിലയുള്ളതാണോ? പിന്നെ എമ്പളമൊക്കെ ഉണ്ടല്ലോ. പിന്നെ ജോർജ് മന്നാട് അല്പം കുറഞ്ഞ പുള്ളിയാന്നേ. യാക്കോബ് 2:9 നിരന്തരം നമ്മളോട് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കണം. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയല്ലേ? ഉപവാസ പ്രാർത്ഥന ബഹളമല്ല. പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും രൂപാന്തരം ഉണ്ടാകണം. ഉപവാസ പ്രാർത്ഥന ബഹളമല്ല. അല്ല, രൂപാന്തരം ഉണ്ടായി ബഹളം വരുന്ന നല്ലതാ. ചുമ്മാ അലപ്പുറം ഉണ്ടാക്കരുത്, വെറുതെ അലപ്പുറം ഉണ്ടാക്കരുത്. ആർട്ടിഫിഷ്യലായിട്ടൊന്നും
ഒരു ഇംഗ്ലീഷ് തെറ്റിയോ? ഇല്ലല്ലോ. ഇരിക്കട്ടെ, ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ സ്തോത്രം, എന്നെയും നിങ്ങളെ നല്ലതുപോലെ അറിയുന്ന ഒരു കർത്താവുണ്ട്. അവിടുത്തെ സന്നിധിയിലൊന്നും മറവല്ല. വീട്ടിൽ മുഖപക്ഷം കാണിക്കരുത്, സഭയ്ക്കകത്ത് മുഖപക്ഷം കാണിക്കരുത്, ഒരു സ്റ്റേജിൽ വരുമ്പോൾ മുഖപക്ഷം കാണിക്കരുത്, ഇടപെടുന്ന ഒരു മേഖലയിലും ദൈവമക്കൾ മുഖപക്ഷം കാണിക്കരുത്. പാപമാണ്. എല്ലാവർക്കും ചിലപ്പോൾ പ്രസംഗിക്കാൻ ഒത്തൊന്നും വരികയല്ല, പ്രാർത്ഥിക്കാൻ ചിലപ്പോൾ ഒത്തൊന്നും വരികയല്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രസംഗിച്ചായോ അങ്ങനെ നടക്കും. അതല്ല ഞാനീ പറഞ്ഞേ, മുഖപക്ഷം കാണിക്കരുത്. ഒരു പന്തിയിലേ രണ്ടു തരം വിളമ്പ് പാടില്ല. സ്തോത്രം. ചില പറയും അവര് പോകാനായിട്ട് വെയിറ്റ് ചെയ്യുന്നിട്ട് ഇവര് മാത്രം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെയുള്ളവരുണ്ട്. അവരൊട്ട് പോകുന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഉപവാസ പ്രാർത്ഥനയിലെ പ്രസംഗിക്കുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അകത്ത് രൂപാന്തരം നടക്കട്ടെ. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പ്രാർത്ഥന വിജയമാണ്. ഈ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരുപക്ഷെ വ്യത്യാസം വന്നില്ലെങ്കിലും മുമ്പേ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഒരമ്മ സ്നാനപ്പെട്ടല്ലോ, യോഗം വിജയമാ. മതി, യോഗം വിജയമാ. ഒരാൾ യഥാസ്ഥാനപ്പെട്ടാൽ മതി, ഒരാൾ ഗുണീകരിക്കപ്പെട്ടാൽ, ഒരാൾ മടങ്ങി വന്നാൽ യോഗം വിജയമാ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് അപ്പൊ പക്ഷം എല്ലായിടത്തും ഉണ്ട് പക്ഷം പിടിക്കുന്നത്. ചില വീട്, എല്ലാ വീടും അല്ല, ചില വീട്ടിൽ ആമ്പിള്ളേര് പ്രായമായ അമ്മയും മോനും ഒരു പക്ഷമാ. അപ്പനോട് അങ്ങനെ വലിയ എല്ലായിടത്തും അല്ല. അമ്മ മോനോട് പറയും നീ ബാങ്കിൽ പോയി പൈസ എടുത്തോണ്ട്. അവൻ പറയും പപ്പ അതവിടെ അങ്ങനെ ഇരുന്നോളൂ, നിന്നോട് പറയുന്ന കാര്യം. ചിലടത്ത് അപ്പനും മോളും ഒരു പക്ഷമാണ്. എല്ലായിടത്തും പക്ഷം പിടിക്കും. ഇവിടെ പക്ഷം പിടിക്കുന്നു സഭയ്ക്കകത്ത്. ഇവരാരാ? ഇവരെല്ലാം വിശുദ്ധന്മാരാ. 1-ാം അധ്യായത്തിന് ഒന്ന് വായിച്ചേ, 1:1 പെട്ടെന്ന് വായിരേ. ദൈവേശത്താൽ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്ഥനേസും കൊരിന്തിലുള്ള ദൈവസഭയുടെ കാര്യമാണ് പറഞ്ഞ പക്ഷം പിടിക്കുന്നത്. ദൈവസഭയ്ക്ക് ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും ചെതറി പാർക്കുന്ന വിശുദ്ധന്മാരുമായവർക്ക് അവരുടെ കാര്യമാണ് പറഞ്ഞ പക്ഷം പിടിക്കുന്നത്. ഇത് പുറം ലോകത്തുള്ളവരുടെ കാര്യമല്ല, അകത്തുള്ളവരുടെ കാര്യമാണ്. രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് മറുഭാഷ പറഞ്ഞ് എന്റെ ഭാഷയാ മേപ്പോട്ടും കീപ്പോട്ടും ചാടുന്ന കുഞ്ഞുഞ്ഞിന്റെ കാര്യമായി പറയാന് നിങ്ങൾ പക്ഷം പിടിക്കുന്നെന്ന്. അപ്പൊ ഇവര് വിശുദ്ധന്മാരാ. ആയിക്കോട്ടെ. കൊരിന്തിയ സഭയെ പറ്റി പറയുമ്പോൾ ഇതുപോലൊരു നല്ല സഭ വേറെ ഇല്ല. ശ്ലാഘനീയമായി പറഞ്ഞാൽ നമ്പർ 1 1:4 നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവന് നിങ്ങൾ വിജയിച്ചാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത. ഇതാണ് ഇവരുടെ ക്വാളിറ്റി. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നെന്ന് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ കൊരിന്ത് വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യുവാൻ പ്രേരണ വർദ്ധിക്കുന്നു. ഒന്നുകൂടെ മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞാൽ കൊരിന്ത്യരുടെ പേര് പറയുമ്പോഴെല്ലാം പുള്ളിക്ക് സ്തോത്രം ചെയ്യാൻ താല്പര്യം ഏറി വരുന്നു. ഒരു ശുശ്രൂഷകൻ ഇവിടുത്തെ വിശ്വാസികളുടെ പേര് പറയുമ്പോൾ താല്പര്യം വർദ്ധിക്കണം. ഒരു വിശ്വാസിക്ക് അവിടുത്തെ ശുശ്രൂഷകന്റെ പേര് പറയുമ്പോഴും താല്പര്യം. കഴിഞ്ഞ ദിവസം ഒരാളുമായി സംസാരിച്ചപ്പോൾ അത് കറക്റ്റാ, അത് ഞാനും അത് തന്നെ അംഗീകരിക്കുന്ന ആളാണ്. ചെല്ലു പറയാനുണ്ട്, ദൈവദാസന്മാരെ ആരും കരയിപ്പിക്കരുത്. നമ്മൾ പറയും ദൈവദാസനെ കരയിപ്പിച്ചാൽ നീ ദൈവദാസനും ആരെയും കരയിപ്പിക്കരുത്. വേണേ സ്തോത്രം പറഞ്ഞാൽ മതി, വേണ്ട ഞെക്കി ഞെരടിയൊന്നും പറയണ്ട. ഇത് ഇരുവായ്ത്തലുള്ള വാളല്ലേ. ദൈവദാസനെ ദൈവമക്കളും കരയിപ്പിക്കരുത്, ദൈവദാസന്മാര് ദൈവമക്കളെ. പക്ഷെ രണ്ടാമത് പറഞ്ഞത് ഞങ്ങൾ ഉപദേശിമാര് പറയുകയല്ല. ഏതാ? എല്ലാരും എടുക്കപ്പെട്ടതാണോ
അല്ല, അനക്കമൊന്നുമില്ല. അതുകൊണ്ട് അന്യോന്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നിമിത്തം ഒരുത്തൻ ഒടുങ്ങിപ്പോകരുത്. ഞാൻ മുഖാന്തരം ഒരുത്തൻ പിന്മാറരുത്. ഞാൻ നിമിത്തം ഒരു കുടുംബ സഭയെന്ന് പോകരുത്. അവര് അടുത്ത സഭയെ പോകുന്ന വിശ്വാസമാർഗത്തിൽ നിന്ന് പോകരുതെന്ന്. നമ്മുടെ സംസാരം, നമ്മുടെ പ്രവൃത്തി, ഇടപാട്, സമീപനം, സഹകരണ നിമിത്തം അവൻ മറ്റൊരു വ്യക്തി ഞരങ്ങരുത്. പ്രൈസ് ദ ലോർഡ്. ഞാൻ നിങ്ങളും എല്ലാം ശ്രദ്ധിക്കണം. അവൻ കൊരിന്തിലെ വിശ്വാസികള് നമ്പർ 1 വിശ്വാസികളാ. ഇവരെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ ഭയങ്കര താല്പര്യം. ഈ വിശ്വാസികളെ ഓർക്കുമ്പോൾ ശുശ്രൂഷകന്മാർക്ക് സ്തോത്രം ചെയ്യാൻ വർദ്ധിക്കണം. ഉദാഹരണം, ഞാനൊരു ഉദാഹരണം പറയാം. ഉദാഹരണമാണ്. ഒരു പേര് പറയും. ആ പേരുകാരാരും കൊണ്ട് നിങ്ങളെ അല്ല ഉദ്ദേശിക്കുന്നത്. ഞാനൊരു പേര് പറയുന്നതേ ഉള്ളൂ. യോഗം കഴിഞ്ഞ് കണ്ടേച്ച് പോകണമെന്നൊന്നും പറയരുത്. ഉദാഹരണം, ഇപ്പം ദൈവനാസം പറയും. കർത്താവ് ഒരു പേരങ്ങ് പറയുകയാണ്, പടങ്ങരുതേ. ജോർജാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഒരു അനുഗ്രഹമാണ്. കർത്താവ് ഒറ്റ കൂട്ടം മുടക്കുകയിൽ ആരാധനയ്ക്ക് വരുമല്ലോ. വന്നാൽ കൈയടിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ദൈവമക്കളെയും ദൈവനാസന്മാരെയും ദൈവസഭയെ മാനിക്കുകയും ആദരിക്കുകയും തൻ്റെ ഭവനവും തൻ്റെ കുഞ്ഞുങ്ങളും താനും സഭയ്ക്കൊരു മുതൽക്കൂട്ട ദൈവമേ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തണം, ആരോഗ്യം കൊടുക്കും, ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കണം. ഉദാഹരണമാണ്. എന്നാൽ ചിലടത്ത് അങ്ങനല്ല. കർത്താവ് കുറച്ച് ജോർജ് വന്നിട്ടുണ്ട്, നാവിനെ ബന്ധിക്കണേ. നീ സിംഹത്തിൻ്റെ വായ അടച്ച ദൈവമാണ്. കഴിഞ്ഞ ആഴ്ചയും വന്ന് കുരുക്കൊപ്പിച്ചപ്പോൾ ഇത്തോണയും വന്നിട്ടുണ്ട്. ദൈവം ഒരു അക്ഷരം മിണ്ടാൻ അനുവദിക്കും. ഒന്നെങ്കിൽ ജോർജിനെ എടുക്കണം, ഇല്ലേ ഇവിടുന്ന് എന്നെ അങ്ങ്. അങ്ങനെ പ്രാർത്ഥിപ്പിക്കരുത്. അല്ല, ഞങ്ങളെക്കുറിച്ച് നിങ്ങളും അങ്ങനെ ആയിരിക്കണം. ദൈവമേ കർത്താവിന്റെ ദാസനായിരിക്കുന്നു. ശുശ്രൂഷയുടെ അനുഗ്രഹമാ. തന്റെ പാട്ട്, ഉപദേശം, പ്രസംഗം, ജീവിതം, ശുശ്രൂഷ അനേകർക്ക് വിടുതല. സ്വോത്രം ദീർഘായുസ് കൊടുക്കണം. താൻ ആരാധിക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ജാഗരിക്കുകയും ചെയ്യും. ദൈവമക്കൾക്കും ദേശത്തിനും ഒരു അനുഗ്രഹമാ. താൻ വന്നതിൽ പിന്നെ സഭയുടെ മുഖച്ചായിക്ക് മാറ്റം വന്നു. ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു, സ്നാനം നടന്നു, അനേകർ മാനസാന്തരപ്പെട്ടു, സഭ ഉണർത്തപ്പെട്ടു. നിന്റെ ദാസനെ ശക്തീകരിക്കണം. അതായിരിക്കണം പ്രാർത്ഥന. ഇതങ്ങനല്ലല്ലോ ചിലടത്ത്. ദൈവമേ എങ്ങനെ 3 കൊല്ലം തള്ളി നീക്കുവെന്ന് അറിയത്തില്ല. വന്നല്ലോ, ദൈവമേ പറിച്ചു മാറ്റണേ. അധിക നാളിവിടെ നിൽക്കാൻ. അന്യോന്യം പ്രാർത്ഥിക്കുമ്പോൾ പ്രേരണ വർദ്ധിക്കണം. അപ്പൊ കൊരിന്തിലെ വിശ്വാസികളെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ താല്പര്യം വർദ്ധിക്കുക. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ഓർക്കുമ്പോഴല്ല എനിക്ക് സ്തോത്രം ചെയ്യും. അടുത്ത വാക്യം, സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത്. ഇവര് സാക്ഷിയുള്ളവരാ. സാക്ഷി പറയുന്നവരും സാക്ഷ്യമുള്ളവരും സാക്ഷ്യം പറയാൻ അറിയാവുന്നവരുമാണ്. നമ്മളെ പോലെ സാക്ഷി പറയാൻ മിടുക്കര് വേറെ ആരുമില്ല. ചെറിയ വിഷയം നമ്മളത് വലുപ്പമാക്കും. ഒരു പനിയായിരിക്കും, പക്ഷെ നമ്മൾ സാക്ഷി പറഞ്ഞു വരുമ്പോൾ അത് ഡെങ്കിപ്പനിയാക്കി മാറ്റും. ജലദോഷമാണ്, പക്ഷെ പറഞ്ഞു വരുമ്പോൾ അത് ഡെങ്കി ആണോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തമാശ പറഞ്ഞത് നമുക്കത് പപ്പലും തൊങ്ങലും ഒക്കെ വെച്ച് പറയാൻ. ആലപ്പുഴ പണ്ടൊരു മഹായോഗം നടന്നപ്പോൾ പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല. ഒരാൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സഹോദരൻ്റെ ഈ കൈയുടെ ഈ ഭാഗത്തൊരു ചെറിയ മുഴ അങ്ങ് മാറി. അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ വീട് വിസിറ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെട്ടോ, പറഞ്ഞു നിങ്ങളുടെ സാറ് പ്രാർത്ഥിച്ചപ്പം ഇവിടെ ഒരു മുഴ ഉണ്ടായിരുന്നു, മാറി. അപ്പോൾ ചോദിച്ചു വലിയ മുഴയാണെന്ന്. ഒരു ചെറിയ മുഴ ഉണ്ടായിരുന്നു, പക്ഷെ മാറി കേട്ടോ. അപ്പം അവർ പറഞ്ഞു അത് സാക്ഷി വന്ന് പറയാൻ പറഞ്ഞു. പത്തനംതിട്ട യോഗമുണ്ട്. പുള്ളി പറഞ്ഞു വണ്ടിക്കൂലിയില്ല. വണ്ടിക്കൂലി കൊടുത്തു. അന്നത്തെ കാലത്ത് 200 രൂപ ആലപ്പുഴയിൽ നിന്ന് വണ്ടിക്കൂലി മേടിച്ച് പത്തനംതിട്ട വന്നപ്പോൾ ഇയാൾ ആദ്യം വരിക, അയാൾ ആദ്യം കാണുക, ലൈറ്റ് വേണക്കും എല്ലാം കൂടെ കണ്ട് അന്തം വിട്ടുപോയി. അപ്പോൾ ഭയങ്കര സ്റ്റേജ് ഇടിപിടി എല്ലാം കൂടെ കണ്ട് അന്തം വിട്ടു, ലൈറ്റും ഇണക്കുമൊക്കെ. പണ്ട് കുചേലവൃത്തത്തിൽ എഴുതിയ പോലെ പട്ടിണി കണ്ടു മെലിഞ്ഞ പണ്ഡിതേനു കുശസ്ഥലി പട്ടണം കണ്ടപ്പോഴേ വിശപ്പും ദാഹവും പോയി. അയാളിത് കണ്ട അന്തം വരും. ഇയാളെ സ്റ്റേജെ കയറ്റി സാക്ഷി പറഞ്ഞപ്പം പുള്ളി പറഞ്ഞു പിന്നെ കുറച്ച് തൊങ്ങൽ വെച്ചാ പറഞ്ഞു ഈ സാറ് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഇവിടെ ഇത്ര ഉള്ളൊരു മുഴ. തലയാഴ്ച പറഞ്ഞതൊരു ചെറിയ മുഴ. അത് വണ്ടി കൂലി മുടക്കി പത്തനംതിട്ട വന്നപ്പം നമ്മളങ്ങനെ പറയും, നന്നായിട്ട് പറയും, സാക്ഷി പറയും. അപ്പൊ ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ നന്നായിട്ട് പറയുമല്ലോ. പണ്ട്
ഒരു സാക്ഷി ഞാനും കേട്ടു. എത്രയ്ക്ക് ഇനി പറഞ്ഞ പ്രയോഗത്തിൻ്റെ തെറ്റാണോ എന്തോ, പോട്ടെ, ഞാനത് പറയുന്നില്ല, വെറുതെ പ്രയാസം ഉണ്ടാകും. വേണ്ട, നന്നായിട്ട് പറയും സാക്ഷി, ചെറിയ കാര്യം മതിയല്ലോ. പോട്ടെ, നന്നായിട്ട് പറയും സാക്ഷി. ദൈവത്തിന്റെ മഹത്വം. ക്രിസ്തുവിന്റെ സാക്ഷി നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ ഇവർ സാക്ഷി പറയുന്നവരാ. അടുത്തത്, അവനിൽ നിങ്ങൾ സകലത്തിലും, ഇവരെല്ലാത്തിലും മുൻപന്തിയിലാ കൊരിന്ത് വിശ്വാസികൾ. നമ്പർ 1. മറ്റു സഭയെ പോലല്ല കൊരിന്ത് സഭ നമ്പർ 1 സഭയാ. അവന് നിങ്ങൾ സകലത്തിലും, വിശേഷാൽ സകല വചനത്തിലും. അയ്യോ, വചനത്തിലൊക്കെ ഭയങ്കര തിട്ടമാ കൊരിന്തുകാർക്ക്, ഭയങ്കര വചന ജ്ഞാനമാ. ഉപദേശമാര് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്കറിയാം ഇന്ന് എന്നാക്കെയാ അത്രയ്ക്ക് തിട്ടം. അത് തിട്ടമായത് കാരണം ബൈബിള് കൊണ്ടുവരുന്നേ ഇല്ല, തിട്ടമുള്ളത് കൊണ്ടാണ്. ഇനി അഥവാ കൊണ്ടുവന്നാലും തുറക്കുകയേ ഇല്ല. എനിക്ക് അങ്ങനെയുള്ളവരെ ഇഷ്ടമാ. തിട്ടമുണ്ടല്ലോ, കൂടെ തുറക്കുക നോക്കുന്നവർക്ക് വലിയ തിട്ടമില്ലാത്തവരാ. തിട്ടമുള്ളവർ തുറക്കും. പിന്നെ അതുപോലെ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് നോക്കി വെച്ച് പെട്ടെന്ന് അടച്ചാണ്ട് ഇച്ചിച്ചി സാധനം എടുത്തതുപോലെ. പിന്നെ ചിലര് ശുശ്രൂഷ തുടങ്ങിയാൽ അധ്യായം അങ്ങ് മൊത്തം ഇരുന്ന് വായിക്കുന്ന കാണാം. കാരണം അവർക്ക് ആകെ കൂടെ സമയം കിട്ടിയത്. അപ്പൊ എന്തായാലും ഇവർ വചനത്തിൽ നല്ല ഇഷ്ടമുള്ളവരാ കൊരിന്ത് വിശ്വാസി. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിൽ, നല്ല വചന പരിജ്ഞാനം, വചനത്തിലും അടുത്തത് നല്ല പരിജ്ഞാനമാ കൊരിന്ത് വിശ്വാസികൾ. നല്ല പരിജ്ഞാനം, മറ്റുള്ളവരെ പോലല്ല, മറ്റു സഭയെ പോലല്ല. കൊരിന്ത് സഭ നല്ല പരിജ്ഞാനമാ. പരിജ്ഞാനം കണ്ടമാനമായതുകൊണ്ട് കൈയടിക്കോ പാടുകയോ പ്രാർത്ഥിക്കോ അന്യഭാഷയോ ആത്മനിറവോ ഒന്നുമില്ല. വളരെ പരിജ്ഞാനത്തോടെ പിന്നെ നല്ല അന്തരീക്ഷം വരുമ്പം അങ്ങനെ പരിജ്ഞാനമുള്ളവർ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. പുള്ളി പരിജ്ഞാനമുള്ള ആളാണ്, ഫിലഡൽഫിയയിലെ ഏറ്റവും വലിയ പരിജ്ഞാനക്കാരന്. പിന്നെ ആ ഗ്ലോറിയും സ്തോത്രം, അവൻ പരിജ്ഞാനമൊന്നും ഉള്ളവനല്ല. ഇതാണല്ലോ നമ്മുടെ വായ്പ. അപ്പൊ ഇവര് നല്ല പരിജ്ഞാനമുള്ളവരാ കൊരിന്ത് വിശ്വാസി. വിശേഷാൽ സകല വചനത്തിലും പരിജ്ഞാനത്തിലും സമ്പന്നരായി. അടുത്ത വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും സകല കൃപാവരവും കൊരിന്തിലുണ്ട്. അപ്പോൾ നമ്പർ 1 വിശ്വാസികൾ, നല്ല വിശ്വാസികളാ, കുറഞ്ഞ ആൾക്കാരല്ല. വചനത്തിൽ തിട്ടമുണ്ട്, സാക്ഷ്യമുണ്ട്, പരിജ്ഞാനമുണ്ട്, സകല കൃപാവരമുണ്ട്. നമ്പർ 1 വിശ്വാസികൾ. വളരെ ശ്ലാഘനീയമായ നിലയിലാണ് പറഞ്ഞേക്കുന്നത്. 1-ാം അധ്യായത്തിൽ ഇവരെ അഭിനന്ദിച്ചു. പക്ഷേ 2-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം അറിയുമെന്ന്. 2:9 വായിച്ചേ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴം, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെ, അപ്പൊ ആത്മാവ് സകലത്തെയും അറിയും. നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. നമ്മളെല്ലാം വെള്ള പൂശി അല്ലെങ്കിൽ വെള്ള കൊടുത്തൊക്കെ ഇരിക്കുന്നു. പക്ഷെ എന്റെയും നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് അറിയുന്നവനാ ദൈവം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിയും. ഇന്ന് രാത്രി ആഴമേറിയ ചിന്തകളും നിന്റെ വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛകളും നിലവുകളും സകല ഉൾപ്പൂവുകളെ അറിയുന്ന ഒരു കർത്താവിന്റെ സന്നിധിയില ഞാൻ നിങ്ങളും വന്നിരിക്കുന്നത്. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആത്മാവ് ആഴമറിയും. ദൈവത്തിന്റെ ആഴമെന്നാ വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന സാത്താന്റെ ആഴം. ദൈവത്തിന് ആഴമുള്ളതുപോലെ സാത്താന്റെ ആഴം അറിഞ്ഞിട്ടില്ലാത്ത ചിലര് അങ്ങനെ. അത് നമ്മുടെ വിഷയമല്ല, പോട്ടെ. അപ്പോൾ ആഴങ്ങൾ അറിഞ്ഞു ആത്മാവ്. 1-ാം അധ്യായത്തിൽ അഭിനന്ദിച്ചാ പറഞ്ഞ് ഒരു കൃപാവരത്തിലും നമ്പർ 1 സഭ, ശ്ലാഘനീയമായ നിലയിൽ. പക്ഷെ 2-ാം അധ്യായത്തിൽ ആത്മാവ് ഈ സഭയുടെ ആഴമെല്ലാം അറിഞ്ഞു. വചന പരിജ്ഞാനമുള്ള സാക്ഷ്യമുള്ള മുന്തിയ വിശ്വാസി. നമ്പർ 1 ചില പറയത്തില്ലേ, ഫിലദൽഫിയയിലെ നമ്പർ 1 സഭ ഞങ്ങളുടേതാണ്. ഞങ്ങളെ വെല്ലാൻ അടുത്ത ഗ്രൂപ്പുകാര് അവിടെ ആളൊത്തിരി ഉണ്ടെന്നുള്ളൂ. പക്ഷെ വിശുദ്ധന്മാരില്ല ഞങ്ങളുടെ സഭയല്ല. അഭിപ്രായം അവിടെ ആളുണ്ട്, പക്ഷെ വിശുദ്ധന്മാരല്ല, മിണ്ടുന്നില്ല. പണ്ട് ഞാനൊരു യോഗത്തിന് ചെന്നപ്പോൾ പേരൊന്നും പറയുന്നില്ല, പ്രഗത്ഭരായ 2 പേര് ആദ്യമായിട്ട് ചെന്നത് എന്നെ വചന ശുശ്രൂഷ. അപ്പം ഞാൻ ഇപ്പറ ഇരുന്ന പുള്ളിയോട് ചോദിച്ചു, എവിടാ കൂടുന്നത്? പുള്ളി പറഞ്ഞു ഇവിടെ. അപ്പം ഞാൻ ചോദിച്ചു, പുള്ളി ഞങ്ങളല്ല ഇപ്പോൾ ഒന്നിച്ചാന്ന് പറഞ്ഞു. അടുത്ത ഡയലോഗ്, ഞങ്ങൾക്ക് ആളുണ്ടായിരുന്നു, പുള്ളിക്ക് ഹാളും ഉണ്ടായിരുന്നു.
ഞാനിപ്പോഴത് മറന്നിട്ടില്ല. ഞങ്ങൾക്ക് ആളും ഉണ്ടായിരുന്നു, പുള്ളിക്ക് ഹോളുണ്ടായിരുന്നു. പുള്ളിക്ക് ഹോളുണ്ട്, ആളില്ല. ഞങ്ങൾക്ക് ആളുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ ഒരു ധാരണ വന്നു, നമ്മുടെ ആൾ നിങ്ങളുടെ ഹോളിലോട്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? യാന്ന് വെച്ചതുപോലെ തോന്നി. ഞാനും ഒരു യാ, മനസ്സിലായല്ലോ? ആട്ടെ. ഇവര് നമ്പർ 1 വിശ്വാസികളാ, ടോപ്പാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് 2-ാം അധ്യായത്തിൽ ആത്മാവ് ആഴമറിയുമെന്ന്. ഇവരെ നന്നായിട്ട്, ഇവരുടെ ആഴമെല്ലാം നന്നായിട്ടൊന്ന് ആത്മാവ് അറിഞ്ഞു. പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും വിവേചിച്ചെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു. ആമേൻ, സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ കർത്താവ് സഭയുടെ നടുക്ക്, 2-ാം അധ്യായത്തിന്റെ 1 പഠിക്കുമ്പോൾ എഫെസോസ് സഭയുടെ നടുക്കല്ല, കർത്താവ് നടുവിൽ കൂടി ഇങ്ങനെ നടക്കുക. 1-ാം അധ്യായത്തിൽ 7 നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്നു. 2-ാം അധ്യായത്തിൽ വന്നപ്പോൾ വെറുതെ നടുവിൽ നിൽക്കുകയല്ല, അവിടുന്ന് നടുവിൽ കൂടെ നടക്കുക. ഞാൻ കുറച്ചുകൂടെ കടത്തി പറഞ്ഞു, നടുവിൽ കൂടെ നടക്കുക മാത്രമല്ല, ചുമ്മാ നടക്കുകയല്ല, ഓരോരുത്തരുടെ അടുക്കൽ യേശു വന്നിരിക. ഇന്ന് രാത്രിയിലും ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ അടുക്കൽ അവിടുന്ന് നടകൊണ്ട് വന്നിരിക്കുക. ആമേൻ. ദൈവത്തിന്റെ അടുക്കലോട്ട് നീ നടന്നു പോകണ്ട, നിന്റെ അടുക്കലേക്ക് നടന്നു വരുന്നവനാ കർത്താവ്. ഇന്ന് രാത്രി ആ കർത്താവ് അടുത്തു വന്ന് എന്നെയും നിങ്ങളെ നല്ലതുപോലെ വിവേചിച്ചുകൊണ്ടിരിക്കുക. ഉൾപ്പുകളെ നിലവുകളെ ആരായുന്ന ദൈവം, ദൈവമായിട്ടാണ് നമുക്ക് കൂട്ടായ്മയും ബന്ധമുള്ളത്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ നല്ലതുപോലെ വിവേചിക്കുന്ന കർത്താവ്. പ്രൈസ് ദി ലോർഡ്. 1-ാം അധ്യായത്തിൽ അഭിനന്ദിച്ച് ഇവരെ പറ്റി പറഞ്ഞു. 2-ാം അധ്യായത്തിൽ ഇവരുടെ ആഴമെല്ലാം നോക്കി. ആഴം നോക്കി ആത്മാവ് ഇവരെ പറ്റി പറയുക. 3-ന്റെ 1 വായിച്ചേ. 3-ന്റെ 1. സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല. എന്നാ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്നതുപോലെയല്ല, ക്രിസ്തുവിൽ ശിശുക്കളായിരുന്നവരോട്, ജഡീകന്മാരോട് എന്നതുപോലെ അത്ര സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഇങ്ങോട്ട് നോക്കിയാ 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല. അവരെ പറ്റി 3 പറയുക, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ. ഇങ്ങോട്ട് നോക്ക, അത് അവിടെ പിന്നെ നോക്ക, എന്നെ നോക്ക. 1-ാം അധ്യായത്തിൽ പറഞ്ഞു ഒരു കൃപാവരത്തിലും കുറവില്ല. നല്ല സഭ, നമ്പർ 1. പക്ഷേ 3-ൽ ഇവരോട് പറയുക, നിങ്ങൾ വചനമൊക്കെ ഉണ്ട്, പരിജ്ഞാനമുണ്ട്, എല്ലാ കൃപാവരവും, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വീര്യപ്രവൃത്തിയുണ്ട്, ഭൂതത്തെ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നുണ്ട്, പേര് വിളിച്ച് പറയുന്നു, അഡ്രസ്സ് പറയുന്നു, വണ്ടി നമ്പർ പറയുന്നു, ഉരുട്ടിയിടുന്നു, തള്ളിയിടുന്നു, ഛർദ്ദിപ്പിക്കുന്നു, കുരപ്പിക്കുന്നു, പിന്നെന്തുവാക്കെയാ എന്തേലും ആട്ടെ, എല്ലാം ഉണ്ട്. കൃപാവരം എല്ലാ കൃപാവരവും ഉണ്ട്. നമ്പർ 1 സഭയാ. വചനത്തിലൊക്കെ നല്ല തിട്ടമാ, ഉപദേശത്തിലൊക്കെ നല്ല ഉപദേശമാ. മറുഭാഷ തുടങ്ങുമ്പോൾ മുതൽ തീരുന്നതിന് വരെ മറുഭാഷ അഭിനന്ദിക്കുന്നു. പ്രവചനം ഇരിക്കുമ്പോഴേ പ്രവചിക്കുക. ചില പ്രൊജക്റ്റുകൾ ആ പെടലി വെട്ടിക്കുന്നതാ സഹിക്കാൻ മേലാത്ത. അതൊക്കെ നല്ല കാര്യം, അഭിനന്ദിക്കുന്നു. സകല കൃപാവരവും ഉണ്ട്. വചനമൊക്കെ നന്നായിട്ട് അറിയാം, ആരാധിക്കുന്നുണ്ട്, മറുഭാഷ വ്യാഖ്യാനവും ഉണ്ട്. പക്ഷേ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ അപ്പൊ ഇവര് ആത്മീയരല്ലേ? അല്ലേ അമ്മേ? അമ്മ ഇപ്പം ചിന്തിക്കുക, ഞാൻ എന്നാ പറഞ്ഞാൽ ഇയാൾ എന്നെ വിട്ടു, അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടായിരിക്കുക എന്നായിരിക്കും. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും അന്യഭാഷയൊക്കെ ഉണ്ടെന്ന്, വെളിപ്പാടുമുണ്ട്, ദർശനമുണ്ട്, പ്രവചനമുണ്ട്. പക്ഷെ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ നമ്മളും ചിലരെ പറ്റി പറയുമല്ലോ, കേട്ടിട്ടുമുണ്ട്. ചിലർ പറയല്ലേ, ആ പുള്ളി പ്രവചിക്കും, വെളിപ്പാട് വെക്കുകൊണ്ട്, ദർശനം വെക്കുകൊണ്ട്, നന്നായിട്ട് വചനം, പുള്ളി ഭയങ്കര ആളാ. അയ്യോ, സെറാമ്പൂരിൽ നിന്ന് ഡിഗ്രി എടുത്ത് ഇവിടെ വന്ന്, പിന്നെ ഇവിടുന്ന് ഡിഗ്രി എടുത്തു, പുള്ളി ഓക്സ്ഫോർഡിൽ നിന്ന്. ഭയങ്കര. പക്ഷെ പുള്ളിയോട് സംസാരിക്കുന്ന വളരെ, അത് തന്നെ ഇവിടെയും പറഞ്ഞു. അമ്മാമ്മ അന്യഭാഷയൊക്കെ പറയും, ഭയങ്കര പ്രാർത്ഥനയാ. അമ്മാമ്മയ്ക്ക് പ്രാർത്ഥന വേറൊരുണ്ടല്ലോ, ഇതിന്റെ എന്തുവാ, ഇവിടെ ഫോണിൽ കൂടെ പ്രാർത്ഥിക്കുന്നതുവാ, സൂമൊന്നുമല്ല അമ്മേ, പ്രയർ ലൈൻ. അതാ അമ്മാമ്മയ്ക്ക് പ്രയർ ലൈനൊക്കെ ഉണ്ട്. പക്ഷെ അമ്മാമ്മയോട് സംസാരിക്കുന്ന വളരെ, അത് തന്നെ ഇവിടെയും പറഞ്ഞു, നല്ല ലൈൻ,
ഏതാ? പ്രയർ ലൈൻ. കൃപാവരമൊക്കെ ഉണ്ട്, അന്യഭാഷയൊക്കെ ഉണ്ട്. പക്ഷെ അമ്മാമ്മയോട് സംസാരിക്കുന്ന വളരെ എന്നാണ് അമ്മാമ്മ വെളിയിൽ നിന്നൊരു വർത്താനം പറഞ്ഞു. നമ്മുടെ അമ്മാമ്മ വെളിയിൽ നിന്നത് പറഞ്ഞു. സ്റ്റേജിൽ വന്ന അമ്മാമ്മ, സ്റ്റേജിൽ നിന്ന് അമ്മാമ്മ അന്യഭാഷ പറഞ്ഞു. വെളിയിറങ്ങിയപ്പോ അമ്മാമ്മ അസ്തോദ്യ ഭാഷ പറഞ്ഞു. കാരണം പുസ്തകത്തിലെ വാക്യം അതാകുമ്പോ ആർക്കും ഓടക്കില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. സ്റ്റേജിൽ നിന്ന് അച്ചായൻ മറുഭാഷയും പറഞ്ഞു, പ്രവചനം ചില ജീവിതങ്ങളെ കാണുന്നെന്ന് പറഞ്ഞു. അച്ചായൻ ഫോണിൽ കൂടെ പറഞ്ഞത് കേട്ടവനും അച്ചായനും ദൈവത്തിനും. അമ്മച്ചി എന്നെ ദീർഘശ്വാസം വിട്ടെ. എന്റെ ദൈവമേ, ഇതെല്ലാം കേൾക്കാൻ ഇടയായോ എന്നാണോ? ദൈവം അനുഗ്രഹിക്കട്ടെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞാൻ ബലഹീനനാണ്. ദൈവത്തിന് മഹത്വം. 1-ാം അധ്യായത്തിൽ ഒരു കൃപാവരത്തിലും കുറവില്ല. പക്ഷെ ഇവരുടെ ആഴമെല്ലാം ദൈവാത്മാവ് അറിഞ്ഞു. ഈ മറുഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, വെളിപ്പാട് കാണുന്ന, ദർശനം കാണുന്ന, പ്രയർ ലൈൻ നടത്തുന്ന, കൺവെൻഷന് പ്രസംഗിക്കുന്ന, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം നടത്തുന്ന, കൈവച്ചാൽ അഭിഷേകം കൊടുക്കുന്ന, അല്ലെ കൊടുപ്പിക്കുന്ന, എടുക്കുന്ന ഈ വ്യക്തികളുടെ എല്ലാ ആഴം ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയുക. ആഴമെല്ലാം കൂടെ 2-ാം അധ്യായത്തിൽ ദൈവാത്മാവ് ആഴം വിവേചിച്ചിട്ട് പറയുക. പക്ഷെ ഒരു കാര്യം ഇതൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം എന്നാ? നിങ്ങൾ നന്നായിട്ട് ബൈബിൾ ക്ലാസ് ഒക്കെ എടുക്കും. നിങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസ്സാ. പ്രകാശവർഷത്തിന്റെ ദൈർഘ്യം ചന്ദ്രനിൽ നിന്ന് സൂര്യനിലോട്ട്, സൂര്യനിൽ നിന്ന് ഭൂമിക്കടിയിലോട്ട്, ഭൂമിയുടെ അടിയിൽ നിന്ന് മേപ്പോട്ട്, സൂര്യന്റെ വ്യാസം 9 കോടിയോട് 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ. പ്രേക്ഷകർ എണ്ണീട്ടുള്ള നക്ഷത്രം, നക്ഷത്രഗോളം, ഇതെല്ലാം നല്ലതാ. പക്ഷെ നിങ്ങളോട് സംസാരിക്കാം, പക്ഷെ ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ അത് പറ്റുന്നില്ല. ആത്മീകന്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം. ആത്മീകന്റെ സംസാരം എടാ അകത്ത് എന്നതായിരിക്കുന്നെന്ന് സംസാരം കേൾക്കുമ്പോൾ അറിയാം. അതിന് പ്രാർത്ഥിച്ചു നോക്കുവൊന്നും വേണ്ട, ഒരു പ്രവാചകനെ കൊണ്ടുവരികയും വേണ്ട. കോയമ്പത്തൂരിൽ നിന്നും വരണ്ട, കാസർഗോഡിൽ നിന്നും വരണ്ട, പുനലൂരിൽ നിന്നും വരണ്ട, കോട്ടയത്തിൽ നിന്നും വരണ്ട, കോഴിക്കോട്ടിൽ നിന്നും വരണ്ട, ലോക പ്രശസ്തനും വരണ്ട, കേരളത്തിലെ പ്രശസ്തനും വരണ്ട, ഇന്ത്യൻ പ്രശസ്തനും ഒന്നും ഞാൻ എതിരല്ല. ഒരുത്തനും വരണ്ട. നിന്റെ ഡയലോഗ് കേൾക്കുമ്പോൾ അറിയാം നിന്റെ അകത്ത് എന്താന്ന്. ചിലരോട് സംസാരിക്കുമ്പോൾ അറിയാം ഇവന്റെ അകത്ത് എന്താണ്, അല്ലെ? യോഹന്നാൻ വളരെ കൃത്യമായി 4 പറഞ്ഞല്ലോ. അവൻ സ്വന്തം അവരോ ലൗകികമായത് സംസാരിക്കുന്നു. ഞാൻ പ്രതിയാ, എന്നെയും കൂടെ നിങ്ങൾക്ക് ചിലർക്ക് നമ്മൾ അവസരം കൊടുത്താൽ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം. അരമണിക്കൂറല്ലേ 10 മിനിറ്റ്, ചിലപ്പോൾ ചിലടത്ത് 5 മിനിറ്റ് ആയിരിക്കും. മതി. എനിക്ക് 5 മിനിറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ 4 മിനിറ്റ് ഇരിക്കുകയും ചെയ്തു. അദ്ദേഹത്തോട് 2 ഇച്ചിരി പറയാൻ പറഞ്ഞു, ഒന്നും പറഞ്ഞില്ല. എനിക്കൂടെ ഒന്നിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ചിലടത്ത് ചെല്ലുമ്പോൾ അങ്ങനെ. പണ്ട് PG മാത്യൂസ് അവർകള് വാകത്താനത്തിരിക്കുമ്പോൾ ഒരു കർത്തൃദാസൻ അവിടെ സഞ്ചാര സുവിശേഷകനാണ്. അവിടെ ചെന്നു. അദ്ദേഹം ബഹുമാനപ്പെട്ട PG മാത്യൂസ് അദ്ദേഹത്തെ പിടിച്ചടുത്തിരുത്തി. സഭയല്ലേ, പല കാര്യമുണ്ടല്ലോ. എങ്കിലും ആ മാന്യ കർത്തദാസൻ വന്ന അതിഥിയാണല്ലോ എന്നോർത്ത് പറഞ്ഞു 5 മിനിറ്റ് എടുത്താട്ടെ. കാരണം മുന്നേ അറിയിച്ചു വന്നതല്ല, നേരത്തെ പല കാര്യങ്ങളുണ്ടല്ലോ, സഭയല്ലേ. ഉടനെ പുള്ളി പറഞ്ഞു, സാറേ 5 മിനിറ്റത്തെ വെടി എൻ്റെ കയ്യിലില്ലെന്ന്. അപ്പൊ സാറ് ചോദിച്ചു എത്രയിൻ്റെ ഉണ്ട്? പുള്ളി പറഞ്ഞു എൻ്റെ കുറഞ്ഞത് 45ൻ്റെ വെടിയേ ഉള്ളൂ. അപ്പം PG മാത്യൂസ് പറഞ്ഞു 45ൻ്റെ ഇവിടെ പൊട്ടുകയില്ല, 5ൻ്റെതേ അല്ല. അങ്ങനെ ആൾക്കാരുണ്ട്. അപ്പൊ ഇവര് എല്ലാ കാര്യത്തിലും മുൻപന്തിയില്ല. പക്ഷെ ആത്മീയരോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. അതിന്റെ കാരണം എന്നാ? 3ന്റെ 3 കാരണം കാണും. കാരണമുണ്ട്, ചുമ്മാ ഒന്നും പറയത്തില്ല. നിങ്ങളുടെ ഇടയില് ഈർഷ്യയും പിണക്കവും ഇരിക്കെ. ഇങ്ങോട്ട് വായിക്ക. ഉണ്ടോ? ഒന്നുകൂടെ വായിച്ച എന്നതാണ്? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. അല്ല, വായിക്കുന്ന ആളിനോട് ആദ്യം ഈർഷ്യയും പിണക്കവും ഉണ്ടോ? ആരോടേലും എന്തിലേലും ഉണ്ടെങ്കിൽ ഉണ്ടോ, ഇല്ല.
നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ, ദൈവത്തിന്റെ ആത്മാവിനൊന്നും മറവല്ല. 1-ാം അധ്യായത്തിൽ അഭിനന്ദിച്ചു പറഞ്ഞു, നല്ല കാര്യം. 2-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആഴമെല്ലാം കൂടെ പരിശോധിച്ചു. ആഴം പരിശോധിച്ച് ആത്മാവ് മൂന്നി പറയാ, നിങ്ങളോട്, കൊരിന്ത്യരോടാ, നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ എന്നെ കേൾക്കുന്ന പ്രിയരെ, അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അതും അങ്ങ് കളഞ്ഞേക്കണം. എല്ലാം തികഞ്ഞവര് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞ വിഷയത്തിൽ ആരോടേലും ഈർഷ്യയോ പകയോ പിണക്കമോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ അതും കൂടെ അങ്ങ് കളയാമെങ്കിൽ ദൈവം നിന്നെ ഉയർത്തും. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്. അല്ല, ഉപവാസ പ്രാർത്ഥനയല്ല, അത് നടക്കണം. അത് നടക്കുമ്പോഴാ പ്രാർത്ഥന വിജയം. അല്ലാതെ തകർപ്പൻ ഒരു പ്രസംഗം അങ്ങ് കേട്ടു, അയ്യോ കാവാലം വന്നു എല്ലാത്തിനും കൊടുത്തു, അതല്ല വിഷയം. എന്തോ പാട്ടായിരുന്നു, അതൊന്നും അല്ല വിഷയം. ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാർ ചിലപ്പോൾ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് ശാന്തമായിട്ട് നിന്നായിരിക്കും പറയുന്നത്. ദൈവം നിന്നോട് ഇടപെടും അതിൽ കൂടെ. അങ്ങനെ ഇടപെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപേക്ഷിക്കേണ്ട, ത്യജിക്കേണ്ട, വെറുക്കേണ്ട, വർജിക്കേണ്ട എന്തെങ്കിലും ആ ശുശ്രൂഷയിൽ കേൾക്കുന്നെങ്കിൽ, കേൾപ്പിക്കുന്നെങ്കിൽ അത് കളഞ്ഞ് ഒന്നുകൂടെ ശുദ്ധീകരണം പ്രാപിച്ചാൽ അതാ വിടുതല്. എന്നോടൊരാൾ പറഞ്ഞു, തീയായിരുന്നെന്ന്. തീ ഇപ്പോഴത്തെ തീയെ ദഹിക്കാത്ത തീയ, ഭയങ്കര തീയാ, പക്ഷെ ദഹിക്കുന്നില്ലല്ലോ. തീ നന്നായിട്ട് കത്തിയാ ദഹിക്കണമല്ലോ. അല്ല, തീ ഇറങ്ങിയിട്ടും പാനല് ദഹിക്കുന്നില്ലല്ലോ, പച്ചൻ ദഹിക്കുന്നില്ലല്ലോ. ഭയങ്കര തീയാ. തീയാകുമ്പോ തന്നെ കൈ കൊടുക്കാൻ മനസ്സില്ലല്ലോ. കൊടുക്കുന്നെങ്കിലും നല്ല മനസ്സോടല്ലല്ലോ. മനസ്സിലാകാഴിയൊന്നുമില്ല. ആ പഴയ പാട്ടിന്റെ വരി പാടിക്കോ. ദഹിപ്പിക്കണം എന്നെയായ ശേഷം ഗണയൻ പ്രഭോ, ദഹിപ്പിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിതത്തിൽ ദഹിക്കേണ്ടതെല്ലാം ദഹിക്കട്ടെ, ചാമ്പലാകേണ്ടതെല്ലാം ചാമ്പലാകണം. ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, ഓടിച്ചു മുമ്പോട്ട് പോയാ. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു. 2-ാം അധ്യായത്തില് ഇവരെ ഈ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല കേട്ടോ, ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശമൊന്നും ഇപ്പൊ ഇഷ്ടമല്ല. ഇപ്പൊ ഉപദേശം അങ്ങനെ അധികം കേൾക്കാനുമില്ല, പറയുന്നുമില്ല. പറയുന്നവരോട് അങ്ങനെ വലിയ നമ്മൾ 3 പോയിന്റുമായിട്ടില്ല നടക്കുന്നേ. 3 പോയിന്റ്. 1.5 പോയിന്റ് ആകുമ്പോഴേ ജനം ഇളകി. ഇളകിയില്ലേ? ഇളക്കി. പോയിന്റ് അല്ല വിഷയം. പോയിന്റ് അധികം ഇല്ലെങ്കിലും എനിക്കും നിങ്ങൾക്കും വ്യത്യാസം വരുന്നതാ അനുഗ്രഹം. ഭാഗം അങ്ങ് വിടുകയാ. ദൈവത്തിന് മഹത്വം. ഉപദേശം കൈക്കൊള്ളുന്നില്ല 2-ാം അധ്യായത്തിൽ. 3-ാം അധ്യായത്തില് പിണക്കവും ഈർഷ്യയും പകയൊക്കെയാ. 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്ന അറിവ്. ചുമ്മാ ഇരുന്നങ്ങ് ചീർക്കുക, ഏതാണ്ടെല്ലാം അറിയാന്ന്. നമുക്കൊക്കെ അങ്ങനെ ചിലപ്പോൾ ചിന്തയുണ്ടാകും. ഇപ്പോൾ ഉള്ളതിൽ ഇച്ചിരി അറിവുള്ളത് എനിക്കാണ്, എന്നെപ്പോലെ അറിവുള്ള ഒരാൾ ഇല്ല. ഇപ്പോൾ ഉള്ളതിൽ ഇച്ചിരി അറിവ് എനിക്കാ. ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുന്ന കാണാം. ഈ ഞങ്ങളുടെ നാട്ടിലൊരു ജീവിയുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിലെ ഭാഷയാ ഞങ്ങൾ വിളിക്കുന്ന കുട്ടത്തിമാക്രിന്ന. ചുമ്മാ ഇരുന്നങ്ങ് വീർക്കും. അതെ, അറിവെല്ലാം അങ്ങ് ചീർപ്പിക്കുക. നമുക്ക് ഏതാണ്ടെല്ലാം അറിയാം. ഞാനൊരു കാര്യം എപ്പോഴും പറയാനുണ്ട്, ഈ വേറെ പുസ്തകം വായിക്കും തോറും പഠിക്കും തോറും കേൾക്കും തോറും ഒരു കാര്യം എനിക്ക് ബോധ്യപ്പെട്ടു, നമുക്കൊന്നും അറിയത്തില്ലെന്ന്.
ഇത് പഠിക്കും തോറും ഞാൻ ചില ദൈവദാസന്മാരൊക്കെ പ്രസംഗിക്കുമ്പോൾ അന്തം വിട്ടിരിക്കുക. ദൈവമേ, ഇത് ആദ്യമായിട്ട് കേൾക്കുകയല്ല. അയ്യോ, അപ്പൊ നമുക്ക് മനസ്സിലാകും നമുക്കൊന്നും എനിക്കങ്ങനെയാ തോന്നുന്നത്. ഇത് കേൾക്കും തോറും മനസ്സിലാക്കും തോറും ഒരു കാര്യം ബോധ്യപ്പെട്ടു, എനിക്ക് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ 2, കർത്താവിനോട് സ്നേഹം വർദ്ധിക്കും. അതാ എൻ്റെ അനുഭവമാണ്, കർത്താവിനോട് സ്നേഹം. കാരണം യാതൊരു യോഗ്യതയും അർഹതയും യാതൊരു വിശേഷതയും ഗുണഗണങ്ങളും ഇല്ലാത്ത എനിക്കും നിങ്ങൾക്കും ഇത് കേൾക്കുവാനും അറിയുവാനും ദൈവം ഭാഗ്യം തരുന്നല്ലോ. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ പറഞ്ഞു, അമേരിക്കയെ വന്നതിനെ പറ്റി പറഞ്ഞു. ഞാൻ പറഞ്ഞടാ, നിങ്ങൾ അമേരിക്കയെ വന്നത് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എൻ്റെ കാര്യമാണേ. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ അമേരിക്ക വന്നത് എവിടെ പോവാ മോനെ? അല്ല, അവൻ എൻ്റെ കൂടെ വന്ന് ചിറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ പോവാന്ന്. അപ്പോഴ് നിങ്ങൾ അമേരിക്ക വന്നത് വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ വന്നത് ഒരത്ഭുതമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം പറയാം. നിങ്ങളിവിടെ വന്നത് എല്ലാവരുടെയും കാര്യം അല്ലെങ്കിൽ സിംഹഭാഗം. ഒന്നേ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു, പുറകെ വന്നു. അല്ലെ ഭർത്താവ് ഇവിടെ ഉണ്ടായിരുന്നു, പുറകെ വന്നു. അല്ലെ കൂടെ ആയിക്കോട്ടെ, ഇനി പുറകെ പറഞ്ഞൊരു ആലോക്യം ഉണ്ടായിരുന്നു, കൂടെ വന്നു. ഇല്ല, ഞാൻ അമ്മയുടെ അനിയത്തി അല്ലെ ചേടത്തി, അങ്ങനെ ബന്ധത്തിൽ വന്നു. അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത് ജോലി ചെയ്ത് അതൊക്കെ നല്ല കാര്യം വന്നു. മാത്രമല്ല, നിങ്ങളുടെ ആരുടെ ഏതെങ്കിലും ബന്ധുക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഏതെങ്കിലും വകുപ്പിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്. ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾ കുടുംബശ്രേഷ്ഠത ചൊല്ലി പറയത്തില്ല, ഞങ്ങൾ ഏത് കുടുംബത്തിലെയാന്ന്. അത് താഴ്ത്തി കെട്ടിയതല്ല, അങ്ങനെ തന്നെ, അങ്ങനെ ഇരിക്കട്ടെ. പകലോ മറ്റോ ആണോ കുടുംബശ്രേഷ്ഠത? അല്ലെ ചിലർക്ക് നല്ല കളർ. ഇതൊന്നുമില്ല, നല്ല കളറ്. ഇതൊന്നുമില്ലെങ്കിൽ നല്ല ഭാഷാശുദ്ധി, ആംഗലേയ ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുന്നു. ഉച്ചാരണം നമുക്കറിയത്തില്ല. അയ്യോ, സായിപ്പ് പോലും അന്തം വിട്ടു നിൽക്കുക. അല്ല, കുറ്റമല്ല, പഠിച്ചിട്ടില്ലേ, കഷ്ടപ്പെട്ട് പഠിച്ചിട്ടില്ലേ, അഭിനന്ദിച്ചായി പറയാനേ. ഒന്ന്, നിങ്ങൾക്ക് കുടുംബശ്രേഷ്ഠതയുണ്ട്, അല്ല നല്ല വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെ ഏതൊക്കെ ബന്ധുക്കാര് ഉണ്ട്. അതല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് വന്നു. അതല്ലെങ്കിൽ സൗന്ദര്യം ഉണ്ടായിരുന്നു. അന്നേരം അവൾ അവിടെ വന്നപ്പോൾ കണ്ടപ്പം ഇത് മതിയെന്ന് പറഞ്ഞു. ഇത് മതി. ഇങ്ങനെ എന്തേലുമൊക്കെ നല്ല കളറ് കണ്ടാച്ചാനൊക്കെ നല്ല കളറാണ്. അല്ലെ അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെന്ന് ഈ അല്ലെ പെന്തിക്കോസിന്റെ പാരമ്പര്യം. നാളൊരാൾ പറഞ്ഞു, സാറപ്പച്ച ഞങ്ങളുടെ വീട്ടിലായിരുന്നു മിക്കപ്പോഴും വന്നു. കെ എം എബ്രഹാം അവറുകൾ ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും പാരമ്പര്യമാണ്. നമ്മൾ ഈ സമുദായക്കാരെ പാരമ്പര്യം കളയുക. പക്ഷെ കൂടുതൽ പാരമ്പര്യം നമ്മളാ. അതെ, നമ്മളാ പാരമ്പര്യം. അവരല്ല അവർ പറയാനാണെ അവരാ പറയണ്ട. പക്ഷെ അവരധികം പറയുന്നില്ല. പക്ഷെ പാരമ്പര്യം ഇപ്പൊ കൂടുതൽ പറയുന്നത് നമ്മൾ ഈ അടുത്തില്ല. മാം എവിടാ വീട്? എന്നോട് ബന്ധപ്പെട്ട് കാവാലത്താ. എത്ര നാളായി? 10-30 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 5-ാം തലമുറയാന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? അതോ നിങ്ങളെല്ലാവരോടും ഒത്തോണ്ട് എന്നെ പൊട്ടം കളിപ്പിക്കുകയാണോ? അല്ല, കൂടുതൽ പാരമ്പര്യം. അപ്പൊ നിങ്ങളെ അഭിനന്ദിച്ചങ്ങ് പറയുക. നിങ്ങൾക്ക് കളറുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കുടുംബശ്രേഷ്ഠതയുണ്ട്, ഭാഷ നല്ല വശമുണ്ട്, ബന്ധമുണ്ട്, അല്ലെ ഭാര്യ ഭർത്താവ് സഹോദരങ്ങൾ, എന്തേലുമൊക്കെ. ഈ പറയുന്ന ഒന്നും എനിക്കില്ല.
അപ്പം എൻ്റെ രീതി വെച്ച് കഴിഞ്ഞാൽ ഈ പൊട്ടനാകുന്ന ഞാനിവിടെ വന്നത് ഒരു അത്ഭുതമാണ്. ഈ പറയപ്പെട്ട ഒരു ക്വാളിറ്റി ഇല്ലാത്ത ആരേലും ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു കൂട്ടനാ, ഒന്ന് കൈ പൊക്ക് കാണാനാ. എനിക്കൊരു കൂട്ടൻ. അമ്മാമ്മയ്ക്ക് ആരും ഇല്ലയോ അമ്മാമ്മേ? നമുക്ക് ആ പാട്ട് പാടാം, ആരുമില്ല നീ ഒഴികെ. ആട്ടെ, എനിക്കൊരു കൂട്ടുണ്ടല്ലോ. ദൈവത്തിന് മഹത്വം. ഷമീർ പാസ്റ്റർ ഉണ്ട്, പുള്ളിക്ക് 2 ഇംഗ്ലീഷെങ്കിലും പറയാനറിയാം. താഴ്ചയിൽ എനിക്കവൻ തണലേകി താങ്ങി എന്നെ വീഴ്ചയിൽ വഴി നടത്തി. താഴ്ചയിൽ ഓ തുടച്ചന്റെ ദീർഘകാരത തുടിക്കും മന സ്വർഗ സന്തോഷത്താ. തുടച്ചന്റെ കണ്ണു ദീർഘം ചേർന്ന് പാടാം. ഓ തുടിക്കും മന സ്വർഗ സന്തോഷത്താലാമ ജീവന്റെ അവിനാലവനെ ഞാൻ തൻ ജീവനാൽ എന്നെയും വീടെടുത്തു അവൻ എൻ പാപകാരൻ ഓ കര കാണാതാഴിയിൽ വലയുവോരേ കരുണയെ കാക്ഷിക്കും. ഓ കര കാണാതാഴിയിൽ വാലേ ഊടാറബ ശൈതൽ കമനപടബല ദിരിവികപരപടബല വീരജാല രഗതന വിരിവികപരപടബല. ഓ വരികവഞ്ചാര ബന്ധിതരെ താരുമാവൻ കൃപമാന ശാന്തിയാതോ അവൻ. ഓ റീബാരബ ശൈതൽ കമനപടബല വിരിവി ഖബരപടബല ദിരിവികപരപടബല. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. മുമ്പോട്ട് ഓടിച്ചു പോകട്ടെ. 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, 2-ാം അധ്യായത്തിൽ ഉപദേശം കൈക്കൊള്ളുന്നില്ല, 3-ാം അധ്യായത്തിൽ പക്ഷം പിടിച്ച് തർക്കം നടക്കുന്നു, 4-ാം അധ്യായത്തിൽ അറിവ് ചീർപ്പിക്കുന്നു, 5-ാം അധ്യായം ജാതികടകിടയിൽ പോലും ഇല്ലാത്ത നടപടി ദോഷങ്ങൾ സഭയ്ക്കകത്ത് കൊണ്ടുവന്ന് 6-ാം അധ്യായത്തിൽ കേസ് കോടതി വഴക്കി. ഇതിനകത്ത് വ്യവഹാരം തീർക്കാൻ ആളില്ലേ? ഉണ്ടല്ലോ ഇതിനകത്ത്. അതിന് കഴിവുള്ള, പ്രാപ്തിയുള്ള, പരിജ്ഞാനമുള്ള, പക്വതയുള്ള, ഈ ശുശ്രൂഷകൾ തന്മയത്വമുള്ള, ഇരുത്തമെന്ന ദൈവദാസന്മാർ, സീനിയറായ ധാരാളം ആൾക്കാരുണ്ട്. അവർ കൈകാര്യം ചെയ്യട്ടെ പ്രാർത്ഥനയോടെ വചനത്തിന്റെ വെളിച്ചത്തിൽ. നിങ്ങളെന്തിനാ പുറത്തു കൊണ്ട് കേസിനും കോടതിക്കും കാശ് കൊടുക്കുന്നേ? നമുക്കെതിരെ ഒരുത്തൻ കോടതി കൊടുത്താൽ പോയ നിയമം കോടതിയെ ബഹുമാനിക്കണം, നമ്മളായിട്ട് ചെയ്യരുത്. മനസ്സിലായി കാണും. അവരൻ നമുക്കെതിരെ കേസ് കൊടുത്താൽ കോടതി വിളിച്ചാൽ ചെല്ലണം, കോടതിയെ ബഹുമാനിക്കണം. ഏത് രാജ്യത്താണേലും നീതിന്യായത്തെ ബഹുമാനിക്കണം. ഞാനും നിങ്ങളും കൊണ്ട് കേസ് കൊടുക്കരുതെന്നായി പറഞ്ഞത്. ആ ഭാഗത്തേക്ക് വിവരിക്കുന്നില്ല. 7-ാം അധ്യായത്തില് കുടുംബ പ്രശ്നമാണ്. 7-ാം അധ്യായം ദൈവത്തിന് മഹത്വം. ഭയങ്കര പ്രശ്നം നടക്കുന്നു. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം തിന്നാമോ, ചിലത്തം തിന്നാന്ന് പറയുന്നു, തിന്നുകയെന്ന് പറയുന്നു. തിന്നാ കുഴപ്പമില്ല, തിന്നില്ല കുഴപ്പമില്ല. ഓ തിന്നാലും കുടിച്ചാലും ദൈവനാമം. പണ്ടൊരാൾ പ്രസംഗിച്ചും പറഞ്ഞു, എൻ്റെ ഭാര്യയെ കുറച്ച് സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞില്ല, അടിച്ചിറക്കിയെന്ന്. അപ്പം അറിയാവുന്ന ഒരാൾ പറഞ്ഞു, ഈ ഭാര്യയോട് ചോദിച്ചു, ഒന്നുമില്ല, ചുമ്പ ഉള്ളി അങ്ങ് വീരസ്യം പറഞ്ഞതാ. ഭാര്യ പറഞ്ഞു, നിങ്ങൾക്ക് 1 ഗ്രാമിൻ്റെ സ്വർണം ഉണ്ടായിരുന്നോ? ഉണ്ട്. പുള്ളിക്കാരി ചോദിച്ചപ്പോൾ ഉപദേശിക്കുന്ന ദൈവനാമം മഹത്വപ്പെടട്ടെന്ന്. എങ്ങനെയും പുള്ളി കള്ളത്തരാ പറഞ്ഞത്. ഇത്ര പവന്റെ കണക്ക് പറഞ്ഞേച്ച് അഴിച്ചിറക്കിയെന്ന്. അപ്പൊ അറിയാവുന്ന ഒരാൾ ചോദിച്ചു, 1 പവന്റെ സ്വർണ്ണം നിങ്ങൾക്കുണ്ടായിരുന്നു? അപ്പൊ പുള്ളിക്കാർ പറയാ, ഉദ്ദേശിക്കുന്ന ദൈവനാമം എങ്ങനെയും ഒക്കെ അങ്ങനെയാണോ ദൈവനാമം മഹത്വപ്പെടുന്നത്? എടാ, നീ സാക്ഷി പറഞ്ഞാലും സാക്ഷി പറഞ്ഞില്ലേലും
നീ കൃത്രിമം കാണിച്ചാലും ദൈവം ദൈവമാ, ദൈവനാമത്തിന് ഒരു പങ്കും വരികയില്ല. ഗതിഭേദങ്ങളുടെ ആച്ഛാദനം ദൈവത്തിനില്ല. അവിടുന്ന് നിത്യനായ ദൈവമാ, അവിടുന്ന് സർവശക്തനാ. നമ്മൾ സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവം ദൈവം തന്നെ. പിന്നെ സ്തുതിച്ചാൽ ദൈവത്തിന് ഇഷ്ടമാ, നിനക്ക് നല്ലതുവാ. ഞാനും നിങ്ങളും സ്തുതിച്ചാലും സ്തുതിച്ചില്ലെങ്കിലും ദൈവത്തിനൊരു കുഴപ്പവും വരികയില്ല. ആമേൻ. ദൈവത്തിന് ഒരു മാറ്റവും വരികയില്ല. ദൈവം തന്നെ. പിന്നെ സ്തുതിച്ചാലുള്ള വിശേഷത നിന്റെ ശരീരത്തിന് നിനക്ക് നല്ലതാ. ദൈവത്തിന് അത് പ്രസാദമാ. നമ്മളിനിയും പ്രസാദിപ്പിച്ചില്ലെങ്കിലും അവിടെ നിന്ന് അവന് അങ്ങനെ തന്നെ ഒരു മാറ്റവും വരികയില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കുടുംബ പ്രശ്നം, 8-ൽ ഭക്ഷണക്രമം, 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇതൊക്കെ പറയാൻ താനാരാന്ന്? താൻ യേശുവിനെ കണ്ടിട്ടുണ്ടോ? എവിടെ വെച്ചാ കണ്ടേ? ഞങ്ങളൊക്കെ കണ്ടേച്ചിരിക്കുന്ന ആൾക്കാരാ. പൗലോസ് തെളിയിച്ചു. 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിഗ്രഹാർപ്പണം ഭക്ഷിച്ച് ഇവരെ ക്രമം കെട്ടുപോയ കാര്യത്തെ പൗലോസ് കൊണ്ട് തെളിയിക്കുക. 1-ാം അധ്യായം മുതൽ കൊണ്ട് പഠിക്കും. 10-ാം അധ്യായത്തിന്റെ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഇസ്രായേൽ ചരിത്രം പറയുക 10-1 സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും. എന്തായാലും കർത്തൃദാസി നന്നായിട്ട് വായിച്ചു തരുന്നുണ്ട്, അഭിനന്ദിക്കുന്നു. പാസ്റ്ററുടെ ഭാര്യ വല്ലതും ആണോ? നമ്മുടെ ആണോ? നമ്മുടെ ആണേ വായിച്ചു, ഒന്നുകൂടെ വായിച്ചു. വായിച്ചു. സഹോദരന്മാരെ നമ്മുടെ പിതാക്കന്മാരെല്ലാം മേഘത്തിൻ കീഴിലായിരുന്നു. മേഘത്തിൽ സമുദ്രത്തിൽ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും വരെ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും വരെ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീയ പാറയെന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവാകുന്നു. 5-ാം വാക്യത്തിൽ എങ്കിലും അവരിൽ മിക്കപേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിക്കിട്ട് കറഞ്ഞ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. 1 മുതൽ 5 വരെ ഈ കാര്യങ്ങളെ കൊണ്ട് പൗലോസ് പറഞ്ഞിരിക്കുക. ഒറ്റവാക്കിൽ വ്യാഖ്യാനിച്ചാൽ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് തിരുമേശയെടുത്ത് വേർപാട് ആചരിച്ചവരുടെ കാര്യമായി പറഞ്ഞു വരുന്നത്. കുഞ്ഞാടിനെ അടുത്ത ആൾക്കാരെ രക്ഷ, ചെങ്കടൽ കടന്നു, സ്നാനം, മരുഭൂമിയിലേക്ക് ഇവർ പ്രവേശിച്ച് മന്ന ഭക്ഷിച്ചു, അടിക്കപ്പെട്ട പാറയിൽ നിന്നൊഴുകിയ ശുദ്ധവെള്ളം കുടിച്ചു, മോശയോട് ചേർന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ആത്മനിറമം പ്രാപിച്ച് അവന് അപ്പോൾ നുറുക്കി കൂട്ടായ്മ ആചരിച്ച് പോകുന്ന ആൾക്കാരുടെ കാര്യമാ ഈ 10-1 മുതൽ പറയുന്നത്. അത് പുതിയ നിയമത്തിലേക്ക് നമ്മുടെ കാര്യം തന്നെ. ഇപ്പൊ ചെല്ലി പറയുന്നുണ്ട്, പുതിയ ദുരുപദേശക്കാർ പറയുന്നുണ്ട് പഴയ നിയമം പ്രസംഗിക്കരുത്, പഴയ നിയമം തൊട്ടേക്കരുത്. പഴയ നിയമം എന്ന് പറയുന്ന ഒരുത്തൻ ചോദിച്ചാൽ ആരാ ഇത് ഒന്നിച്ച് കുത്തിക്കെട്ടിയെന്ന്. അവനതാ അറിയേണ്ടത്. ഞാൻ പറഞ്ഞു അവനെ കുത്തിക്കെട്ടാതെ ഇരിക്കട്ടെ, അല്ലാതെ എങ്ങനെ അത്രയും പറഞ്ഞാൽ പോരെ? അല്ല, ഞാൻ പറഞ്ഞ അവനെ കുത്തിക്കെട്ടാതെ ഇരിക്കട്ടെ. അവൻ അറിയണം ഇത് കുത്തിക്കെട്ടിയത് ആരാന്ന്. ഏതാ 39-27 കൂടെ ഒന്നിച്ച് അവനതറിയണം. വേറൊരുത്തൻ പറഞ്ഞു അതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ 39. അന്നേരം ഞാൻ പറഞ്ഞു ദൈവം അവനെ കീറാതിരിക്കട്ടെ. എടാ പൊട്ട, 66 നല്ലതാ. ഈ 66 പുസ്തകത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന് മനുഷ്യവർഗത്തിന്റെ രക്ഷയാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പരിശോധിക്ക്, ഒറ്റ വിഷയമാ മനുഷ്യവർഗത്തിന്റെ രക്ഷ. ഒരേ ഒരു വ്യക്തി 66-ലും തെളിഞ്ഞു നിൽക്കുന്നത് രക്ഷകനാകുന്ന യേശു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാലയവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികളും പ്രപഞ്ചഭോഗങ്ങളും വർദ്ധിച്ചിട്ട് ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ഈ കൃപ എന്നെയും നിങ്ങളെ ശിക്ഷിച്ചു വളർത്തുന്നു. ഇതിലെ പ്രധാനപ്പെട്ട വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയും ഇതിലെ പ്രധാനപ്പെട്ട പുരുഷൻ ഉത്തമ പുരുഷനാകുന്ന നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം വരെ പ്രസംഗിക്കാൻ കാരണം പൗലോസ് തെളിയിച്ചു എല്ലാ തിരുവെടുത്തും ദൈവശ്വാസ്യമാണ്. എതിലേ പോയാലും എങ്ങനെ പറഞ്ഞാലും ഇതിലെ പ്രതിപാദ്യ പുരുഷൻ യേശുവാ. അതുകൊണ്ട് ഇതിൽ ഏത് ഭാഗവും പ്രസംഗിക്കാം. അപ്പൊ ഇപ്പൊ കുറെ വട്ടന്മാരും ഊളന്മാരും വന്ന് പറയുന്നത് പഴയ നിയമം അവനെല്ലാം വട്ട. നാളെ വരണോ? വൈകിട്ട് പറഞ്ഞാൽ മതി. വൈകിട്ട് പറഞ്ഞാൽ കോള് വരും. വൈകിട്ട് വരും. യോഗം കഴിയുമ്പം വരും. പുള്ളി ഉണ്ടേ ഞങ്ങൾ വരുന്നില്ല, എന്നെ പറഞ്ഞു വിട്ടാൽ മതി, അവർ വരട്ടെ, ഞാനൊരാൾ പോയാൽ പോരെ. വേദപുസ്തകത്തിന്റെ 7 ഭാഗവും പ്രസംഗിക്കാം. പ്രതിപാദ്യ പുരുഷൻ യേശു ക്രിസ്തുവാ.
പ്രധാന വിഷയം മനുഷ്യവർഗത്തിന്റെ രക്ഷയാ. പൗലോസ് തെളിയിച്ചല്ലേ പടിയനിമത്തിലെ വിഷയങ്ങളാ 10:1 മുതലും കൊണ്ട് തെളിയിച്ചു. പിതാക്കന്മാരുടെ വിഷയം എന്തിനാണ് പറഞ്ഞിരിക്കുന്നത്? ഈ പടിയനിമ വിഷയങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്തിനാ? 6-ാം വാക്യം വായിച്ച കർത്തൃദാസി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി ഈ സംഭവിച്ചു. കാര്യങ്ങളെല്ലാം നമുക്ക് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാ, അല്ലാതെ നമുക്ക് മനസ്സിലാകാനോ നമ്മൾ അറിയാതിരിക്കാൻ നമുക്ക് ദൃഷ്ടാന്തമായിട്ടാ. 11-ാമത്തെ വാക്യത്തിൽ പറയാ നമുക്ക് ബുദ്ധിയുപദേശത്തിനാണ്. 11-ാം വാക്യം വായിച്ച് ഇത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. അടുത്ത ലോകാവസാനം വന്നെത്തിരിക്കുന്ന നമുക്ക് ഇത് ബുദ്ധിയുപദേശത്തിനാ. അപ്പോൾ ഇത് ദൃഷ്ടാന്തമായി തന്നിരിക്കുക ഈ വിഷയങ്ങൾ. മാത്രമല്ല എനിക്കും നിങ്ങൾക്കും ബുദ്ധിയുപദേശത്തിനാ. അത് മനസ്സിലാക്കി വേണം. ഇവര് പലരും മരുഭൂമിയിൽ ദൈവം ഇവരെ തള്ളിക്കളഞ്ഞു, പട്ടുപോയെന്ന്. അതിൽ പ്രധാനമായി പരസംഗത്താൽ നശിച്ചെന്ന. അവിടെ കൊരിന്ത്യലേഖനത്തിൽ കൊടുത്തിരിക്കുന്നത് പരസംഗത്താൽ പോയത് 24,000 പേരെന്നല്ലേ, 23 എന്നല്ലേ? 8-ാം വാക്യമല്ലേ? 8-ാം വാക്യം. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയി. 23,000 പേര് വീണുപോയി. ഇത് നമുക്ക് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. ഒറ്റയടിക്ക് 23,000 പേര്. ഈ കൊരിന്ത്യലേഖനം 10-ാം അധ്യായത്തിൽ 23,000 പേര് പോയെന്ന. പക്ഷെ ഈ വിഷയം സംഖ്യാപുസ്തകത്തിൽ 24,000 വന്ന. സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം വായിച്ചേ. 25:9. ബാധ കൊണ്ട് മരിച്ചുപോയവർ 24,000. ഇങ്ങോട്ട് നോക്കിക്കേ. സംഖ്യാപുസ്തകം 25-ാം അധ്യായം ശിത്തീമിൽ വന്ന് പാർക്കുന്നു. ജനം മോവാബ് സ്ത്രീകളുമായിട്ട് ഇടപെട്ടു. അവർ ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവര് പോയി നല്ല ശാപ്പാടുമൊക്കെ കഴിച്ചു. അവിടെ ഉണ്ടായിരുന്നു ഒത്തിരി അരവണയൊക്കെ, പിന്നെ പാൽപായസവും. എവിടുത്തെയാന്ന് ചോദിക്കരുത്. അമ്മയ്ക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു എവിടുത്തെയാന്ന്. സ്തോത്രം. അടിച്ചു പെരുക്കി ദേവന്മാരുടെ ബലികൾക്ക് ഇവരെ ക്ഷണിച്ചു. ഇവർ അതിന്റെ ഫംഗ്ഷനും എല്ലാം അങ്ങ്, പിന്നെ പുതിയ ഡ്രസ്സും ആക്കിയിട്ട് അവിടെ ചെന്ന് ഇവരും അങ്ങ് കൂടി. ഇവരും കൂടി. ഇവർ കൂടും, എല്ലാത്തിനും ഏതിനും കൂടും. സൺഡേ ഇവിടെയും വരും, മൺഡേ അവിടെയും പോകും, വെനസ്ഡേ വേറെ സ്ഥലത്തും പോകും, ഫ്രൈഡേ നിർത്തുക. പുസ്തകം അടച്ചു, അല്ലെങ്കിലും തുറന്നില്ലല്ലേ, ഇനി അടയ്ക്കാൻ. ദൈവത്തിന് മഹത്വം. ദേവന്മാരുടെ ബലികൾക്ക് ക്ഷണിച്ചു. ഇവര് പോയി തിന്നു കുടിച്ചു. പിള്ളേരുടെ ഭാഷ പറഞ്ഞ അടിച്ചു പൊളിച്ചു. പക്ഷെ ബാധ വന്നു. ബാധ വന്നപ്പോ 24,000 എണ്ണം പട്ടു. ഞാൻ വിവരിക്കുന്നില്ല. നാളെ ഇത് ഈ തൃശ്ശൂർ ഒരു പൂരമുണ്ട്, അതിന് തലേ ദിവസമുണ്ട് സാമ്പിൾ. ഇത് സാമ്പിളാ. 24,000 പേര്. 24. ഈ സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ എത്രയാ അമ്മാമയെ കണക്ക്? 24. ഈ വിഷയം പൗലോസ് പറഞ്ഞപ്പോ എത്രയാ? അതിന് അങ്ങനെ വന്നേ. ഞാനും ഇപ്പോഴാ പാസ്റ്ററെ കാണുന്നത്. പാസ്റ്റർ പറഞ്ഞപ്പോഴാ. അത് ശരിയാ. ഇപ്പോഴല്ലേ ശ്രദ്ധിച്ചേ അമ്മാമ? അതിന് അങ്ങനെ വന്നേ. പൗലോസിനോ? സംഖ്യാപുസ്തകം 25-ാം അധ്യായത്തിൽ 24,000 പേരെന്നാ. ചില പൗലോസ് ആ വിഷയം തെളിച്ചപ്പോൾ എത്ര പേരെന്നാ? 23,000 കുറഞ്ഞു. കാരണം എന്നാ ചോദിച്ചേ? ഒരാൾ എന്നോട് പറഞ്ഞു, പാസ്റ്റർ നമുക്കറിയാൻ പാടില്ല, ബൈബിളിൽ ഇങ്ങനെ ഒത്തിരി തെറ്റുണ്ടെന്ന്. അവൻ എന്നോട് പറയാ, പാസ്റ്റർ നമുക്കറിയാൻ മേലായിട്ടാ ബൈബിളിൽ ഇതുപോലെ ഒത്തിരി. അവനും റവറന്റാ. സൂക്ഷിച്ച് വായിച്ചാൽ തെളിയിക്കാം. അല്ലാതെ ക്ലിയർ ആക്കണമല്ലോ, ഇല്ലേ അത് പിന്നെ സംശയത്തിൽ കിടക്കും. സൂക്ഷിച്ച് വായിച്ചാൽ കൊരിന്ത്യലേഖനം 10:9 ഒന്നുകൂടെ വായിച്ചേ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ. തെളിഞ്ഞല്ലോ. എന്നെ കൂടെ യാന്ന് വെക്കുന്നേ എന്തോ മനസ്സിലായി? പറ കേക്കട്ടെ. അതെന്നാ കാര്യം? അല്ല, അവിടെ 24 പറഞ്ഞേക്കുന്നത്. ഇവിടെ പിന്നെ 23 വന്ന എന്നാ ഞാൻ ചോദിച്ചത്. പിന്നെ ഈ ആന്ന് വെച്ചോ തന്നെ. അമ്മാമ കൈക്ക് പിടിക്കുന്ന എൻ്റെ അമ്മാമയെ മിണ്ടാതിരിക്കുക, അയക്ക് ബോധമൊന്നുമുള്ളവനല്ല. കൈക്ക് പിടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, മിണ്ടാതിരിക്കുക, അയക്ക് ബോധവും വിവരവും ഒന്നുമുള്ളവനല്ല.
അതാ കൈക്ക് പിടിച്ചതിന്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. സംഖ്യാപുസ്തകം 24-ാം അധ്യായത്തിൽ, അല്ല ക്ലിയർ ആക്കി തരാം, അല്ല സംശയം വേണ്ട. 25-ൽ 24,000 എന്ന് പറഞ്ഞതിന്റെ കണക്ക് ടോട്ടൽ കണക്കാ. പൗലോസ് ഒരു ദിവസത്തിൽ പട്ടുപോയവരുടെ കാര്യമായി 23, അതാ മൊത്തം 24. ഇപ്പൊ പിടികിട്ടിയോ? ഇതുപോലെ വേറെ ഉണ്ട്, നാളെ യോഗത്തിന് വരണം, വേറെയും തരാം. അപ്പോൾ ഈ വിഷയത്തിൽ മൊത്തത്തിൽ പട്ടുപോയവരാണ് 24,000. ആ 24,000-ൽ ഒരു ദിവസം പോയവരാണ് 23,000. ഞാനും നിങ്ങളും പട്ടുപോകരുത്, ഞാനും നിങ്ങളും നശിച്ചു പോകരുത്, ഞാനും നിങ്ങളും തകർന്നു പോകരുത്. ഇവിടെ പേരും പ്രശസ്തി സ്ഥാനോ മാനോ അങ്ങാടി വന്നനോ പള്ളി മുഖ്യാസനോ ഒന്നും കിട്ടുകയില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന ബഹുമാന്യരെ, ഞാനും നിങ്ങളും പട്ടുപോകരുത്, ഞാനും നിങ്ങളും നശിച്ചു പോകരുത്.